മതി. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. 2019 ഫെബ്രുവരി 14 മനുഷ്യചരിത്രത്തിലെ ഏറ്റവും സുന്ദരമെന്ന് കരുതപ്പെടുന്ന നാളുകൾ. 6500 പരം ഭാഷകൾ മലയാളം ഉൾപ്പെടെ സംസാരിക്കുന്ന ലോക ജനത, എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി 750 കോടിയിൽ പരം ജനസംഖ്യ, യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ച 198 രാജ്യങ്ങൾ, അങ്ങനെ 1600 കിലോമീറ്ററിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ചെറിയ ഭൂഖണ്ഡം അതിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളുടെ ഉത്തുംഗ കോടിയിൽ നിൽക്കുന്ന കാലം. ശാസ്ത്ര സാങ്കേതിക സദ്യകൾ കഴിക്കാത്ത ഒരു മനുഷ്യരുമില്ല. ലോകം നിങ്ങളുടെയും എൻ്റെയും വിരൽത്തുമ്പിൽ. അത്രത്തോളം ശാസ്ത്രം ഉയർന്നു. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും വരദാനവുമാണ്. അലറി അടിക്കുന്ന കടൽ നികത്തിയെടുത്ത് അതിൽ ബഹു നിലമന്ദിരങ്ങൾ പണിത് അവിടെ റിസോർട്ടുകൾ സ്ഥാപിക്കുന്ന കലാവിരുത്. ആകാശമല്ല, ശൂന്യാകാശമല്ല, അതിൻ്റെ അപ്പുറത്തെ ഏതാണ്ട് 5.5 കോടി കിലോമീറ്റർ അകലെ 125 ഡിഗ്രിയിൽ തിളയ്ക്കുന്ന ചൊവ്വായിലേക്ക് യാത്ര പോകുവാൻ ഒരുങ്ങുന്ന മറ്റൊരു കൂട്ടർ. അങ്ങനെ എല്ലാവിധമായ സൗകര്യങ്ങൾ മനുഷ്യർക്ക് അസാധ്യത്തെ പോലെ സാധ്യമാക്കുമോ? ഒരു കാലത്ത് എല്ലാവരും ചിന്തിച്ചു, ജനനം മരണം ഇത് മനുഷ്യൻ്റെ കയ്യിലാണോ എന്ന് ചോദിച്ചു. ഇന്ന് ശാസ്ത്രം പറയുന്നു ഏതാണ്ട് ഞങ്ങളുടെ കയ്യിൽ അത് വന്നുകൊണ്ടിരിക്കുന്നു. ജനനം, ഇഷ്ടമുള്ള കുഞ്ഞിനെ ജന്മം നൽകുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണം. ഡോക്ടറെ വേണോ, നഴ്സിനെ വേണോ, എഞ്ചിനീയറെ വേണോ, പാട്ടുകാരത്തിയെ വേണോ, പാട്ടുകാരനെ വേണോ, ഏത് നിറം, ഏത് മുഖം, ഏത് ചുണ്ട്, ഏത് കവിള്, ആ ടെക്നോളജിയുടെ പേരാണ് ഡിസൈനർ ബേബി സിസ്റ്റം. അതുവരെ തെരഞ്ഞെടുത്ത ലോകം മരണത്തെയും അവധി പറഞ്ഞിട്ടില്ലേ? മരണത്തിന് അവധി കൊടുക്കുന്ന ആ കൊച്ചു സുന്ദര പെട്ടി ഈ ഭാരതപ്പുഴയിൽ ഒറ്റപ്പാലത്തെ ആശുപത്രിയിലില്ലേ? നമ്മളതിന് പറയുന്ന പേരാണ് വെന്റിലേറ്റർ. സംഗതി എന്നാന്ന് ചോദിച്ചാൽ അതിനകത്ത് വെച്ചിട്ടുണ്ട്, മിക്കവാറും തീർന്നതാ. എങ്കിലും മരണത്തിന് അവധി. നല്ല രുചികരമായ ഭക്ഷണങ്ങൾ, ഇങ്ങനെ സൗകര്യങ്ങൾ, സുന്ദരമായ ഗേഹങ്ങൾ താമസിക്കുവാൻ, ഉടയാടകൾക്ക് കണക്കില്ല. ലോകത്തിലെ ഏത് വിവരവും വിരൽത്തുമ്പിൽ രാത്രിയിലും പകലും അറിയുന്ന സംവിധാനം. എങ്കിലും മറുവശത്ത് നോക്കിക്കേ, ഈ സംവിധാനങ്ങളുടെ മുകളിൽ കൂടി ജൈത്രയാത്ര നടത്തുന്ന ലോക മനുഷ്യരിൽ ദൈവമക്കൾക്ക് ഒഴികെ ഉള്ളവർക്കെല്ലാം ഏതാണ്ട് ഭയങ്കര ചില നഷ്ടങ്ങൾ. ആ നഷ്ടങ്ങളുടെ കണക്ക് പേര് ഞാൻ പറയാം. ആ നഷ്ടങ്ങളിൽ നിന്ന് ലോക ജനതയെ ഉദ്ധരിക്കുവാൻ ഒരു സാമ്പത്തിക വിദഗ്ധനോ രാഷ്ട്രീയ നേതാവിനോ മത നേതാവിനോ ശാസ്ത്രത്തിനോ ബുദ്ധിക്കോ സാധിക്കുന്നില്ല. മനുഷ്യവർഗത്തിന് സംഭവിച്ച ഒന്നാമത്തെ നഷ്ടം അവന്റെ സമാധാനം മാറി. 2, മനുഷ്യവർഗത്തിന് മാത്രം ദൈവം തമ്പുരാൻ തന്ന ഒരു പ്രത്യേക സമ്മാനമുണ്ട്. അതാണ് കുടുംബജീവിതം, ഫാമിലി ലൈഫ്. അതിനിട്ടല്ലേ സാത്താൻ അമ്പെയ്ത് തകർത്ത് വിവാഹ ജീവിതങ്ങൾ തകരുന്നില്ലേ? ഫാമിലി ലൈഫ് തകർത്തില്ലേ? 3, മനുഷ്യന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടില്ലേ? ഏറ്റവും ഒടുവിൽ കിട്ടിയ കണക്ക് പറയുന്നത് ലോക ജനസംഖ്യയിൽ പ്രായപൂർത്തിയായവരിൽ യാതൊരു പ്രശ്നവുമില്ലാത്തവർ 20% ഉള്ളൂ. മനുഷ്യന്റെ ആരോഗ്യം പോയി. ആന്റിബയോട്ടിക്കുകൾക്കോ മരുന്നുകൾക്കോ ഒരു കുറവുമില്ല എങ്കിലും ഈ ലോകം രോഗികളുടെ ഒരു കൂടാരമായി. 4, അപകടരഹിതമായ ഭക്ഷണം ലോകത്തിൽ ഒരു സ്ഥലത്തും ലഭിക്കുന്നില്ല. ഭക്ഷണങ്ങൾക്ക് രുചി കാണും, വില കൊടുക്കും, പക്ഷെങ്കിൽ അതിനകത്തെ മനുഷ്യന്റെ ആയുസ്സിനെ, അവന്റെ ഭംഗിയെ ഇല്ലാതെയാക്കുന്ന വിഷാംശങ്ങൾ നിറഞ്ഞ ഭക്ഷണം. 5, പ്രൈസ് ദി ലോർഡ്, ശ്വസിക്കുന്ന വായു അപകടം. മനുഷ്യവർക്കും മെഡിക്കൽ സയൻസും ഭയപ്പെടുന്ന ഏറ്റവും വലിയ രോഗമാണല്ലോ ക്യാൻസർ. അതിൻ്റെ ഉടമസ്ഥത വഹിക്കുന്ന ഓങ്കോജീൻ. ആ ജീനിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരത്തിയുണ്ട്. അവളെയാ ഞാനും നിങ്ങളും അറിഞ്ഞോ അറിയാതെയോ ശ്വസിക്കുന്നത്. അതിൻ്റെ പേരാണ് കാർബൺ മോണോക്സൈഡ്. ക്യാൻസർ ജീനിന് ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടുകാരത്തി കളിത്തോഴി. അവളുടെ പേരാണ് കാർബൺ മോണോക്സൈഡ്. അറിഞ്ഞോ അറിയാതെയോ നാം എല്ലാവരും അത് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ വലിക്കുന്ന ശ്വാസത്തിന് അപകടം, കുടിക്കുന്ന വെള്ളത്തിനകത്ത് വിഷം.
ചവിട്ടി നിൽക്കുന്ന മണ്ണ് മനുഷ്യർക്കെതിരായി. ഇങ്ങനെ സമാധാനമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത ലോകത്തിന്റെ കാരണം എന്താണ്? ആ കാരണമാണ് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതാ ഒരു യുഗം ഇവിടെ തീരുവാൻ പോകുന്നു. ആ കാരണം കേട്ടുകൊള്ളുക. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇവിടെ നിറവേറാൻ പോകുകയാണ്. വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 17:26. ആർക്കെങ്കിലും വായിക്കാം. 17:26. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ഒരുത്തനിൽ നിന്നും, നോക്കിക്കേ, ആ ഭാഗം സയൻസ് അടിവരയിട്ട് സമ്മതിച്ചു. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി ഒരുവനിൽ നിന്നും. ആധുനിക സയൻസ് അത് കണ്ടുപിടിച്ചു. ഇന്ന് ലോകത്തിലെ 750 കോടി ജനവും ഒറ്റയപ്പന്റെ മക്കളാ. വേദപുസ്തക ഭാഷയിൽ ആദത്തിന്റെ മക്കൾ. കാരണം 5-6 തെളിവുകളുണ്ട്. സകല മനുഷ്യരുടെയും DNA കോഡ് 99.991. 2 ഉഷ്ണരാജ്യം, ശീതരാജ്യം, അത്യുഷ്ണരാജ്യം, അതിശൈത്യം. എവിടെ ചെന്നാലും മനുഷ്യന്റെ ബോഡി ടെമ്പറേച്ചർ നോർമൽ 98.4. 3 സകല മനുഷ്യർക്കും ആവറേജ് 5.5 ലിറ്റർ രക്തം. 6 സകല ആളുകൾക്കും വെറും 206 അസ്ഥി. അങ്ങനെ നിരവധി തെളിവുകൾ വിളിച്ചു പറയുന്നു. ഭൂലോകത്തിലൊക്കെയും കുടിയിരിപ്പാൻ ഒരുവനിൽ നിന്നും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അടുത്തത് മൈക്കിക്കൂടെ വായിരേ. 17:26. അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ദൈവം കാലവും അതിരും നിശ്ചയിച്ചു. മനുഷ്യർ താമസിക്കാൻ ഒരു അതിര് വെച്ചു. മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ഒരു കാലവും വെച്ചു. ആ അതിരാണ് 115-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ പുരയിടങ്ങൾക്ക് അതിരുണ്ട്, സ്റ്റേറ്റുകൾക്ക് അതിരുണ്ട്, രാജ്യങ്ങൾക്ക് അതിർത്തിയുണ്ട്. മനുഷ്യർക്ക് ജീവിക്കാൻ ദൈവം വെച്ച അതിർത്തി കേട്ടുകൊള്ളുക. 115:16. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമികളെ അല്ല, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ദൈവം മനുഷ്യവർഗത്തിനും നൽകിയിരിക്കുന്ന ഒരൊറ്റ ഗോളമേ ഉള്ളൂ, ഭൂമി. അതിന്റെ തെളിവാണ് ഇവിടെ നേരത്തെ ഈ കൺവെൻഷൻ ക്രോഡീകരിച്ച കർത്തൃദാസൻ ആമുഖമായി പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? മനുഷ്യവാസത്തിന് യോഗ്യമായ വെളിച്ചം, വെള്ളം, വായു, ചൂട്, സകല ക്രമീകരണങ്ങളും ഈ ഭൂമിയിൽ മാത്രം. ഇത് വിട്ടു മനുഷ്യൻ എവിടെ പോകാൻ നോക്കുന്നു, സംഗതി കുഴയും. 2 കാല ഒന്നുകൂടെ വായിക്കാം. 17:26. മൈക്ക് കൊടുത്ത് വായിച്ച ദേവദാസനെ. അപ്പോസ്തലർ 17:26. ഭൂതലത്തിലെങ്ങും കുടി, ഒരു മൈക്കൂടെ തരാമോ? പ്രൈസ് ദി ലോർഡ്. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. അടുത്ത വാക്യം, അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ആ വാക്ക് ശ്രദ്ധിക്കുക. മനുഷ്യർക്ക് ഈ ഭൂമിയിൽ നിവസിക്കുവാൻ ദൈവം തമ്പുരാൻ ഒരു കാലം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ മീറ്റിംഗ് തീർക്കുവാൻ ഇതിന്റെ സംഘാടകർ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ഞായറാഴ്ച കഴിയുമ്പോൾ ഈ സ്റ്റേജ് ഇവിടെ കാണത്തില്ല. കാരണം ഭാരതപ്പുഴ കൺവെൻഷന്റെ ഈ വർഷത്തെ ഡേറ്റ് ഈ ഞായറാഴ്ച തീർന്നാൽ ഈ സ്റ്റേജ് കാണത്തില്ല. മനുഷ്യവർഗത്തിന് സുഗമമായി ജീവിക്കുവാൻ ദൈവം വെച്ച സമയത്തിന്റെ പേരാണ് കൃപായുഗം. സന്തോഷമുള്ളവരും ദൈവത്തെ സ്തുതിച്ചേ. എന്താണ് കൃപായുഗം? നിങ്ങൾക്കും എനിക്കും അറിയാമെങ്കിലും ഞാൻ മറ്റൊരു രീതിയിൽ പറയട്ടെ. മനുഷ്യർക്ക് വേണ്ടി സ്വർഗം തുറന്നിരിക്കുന്ന 10 മനോഹര വാതിലുകൾ. അതിൽ 2 വാതിലുകൾ സകല മനുഷ്യർക്കും ദൈവം തുറന്നിരിക്കുന്നു. ബാക്കി വാതിലുകൾ തുറക്കണമെങ്കിൽ ആദ്യം തന്നിരിക്കുന്ന വാതിലുകൾ ഉപയോഗിക്കണം. 10ാമത്തെ വാതിൽ തീരുമ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ഒരൊറ്റ മനുഷ്യർ ഈ ഭൂമിയിൽ കാണുകയില്ല, കാണാൻ പാടില്ല. പിന്നെ പൈശാചിക യുഗം. ഞാനും നിങ്ങളും നിൽക്കുന്നത് ദൈവം തമ്പുരാൻ തീരുമാനിച്ച അതിരും കാലവും തീർന്നിരിക്കുന്ന സമയം. മനുഷ്യവർഗത്തിന്
ജാതി മത സഭ രാജ്യ ഭാഷ വ്യത്യാസമില്ലാതെ ദൈവം തന്ന അനുഗ്രഹത്തിന്റെ വാതിൽ. ഒന്ന് ബുദ്ധി, രണ്ട് ജ്ഞാനം. അത് രണ്ടും രണ്ടാ. ഒന്ന് ബുദ്ധി, രണ്ട് ജ്ഞാനം. രണ്ട് ഒരിടത്തുനിന്ന് ഒരിടമാകുന്നു എങ്കിലും രണ്ട് തരത്തിലാ. ഒന്ന് ഇന്റലിജൻസ് ബുദ്ധി, രണ്ട് നോളജ്. എന്താ ബുദ്ധി? വെള്ളത്തെ തൊട്ടാൽ അത് തണുത്തതാന്ന് മനസ്സിലാക്കുന്നു ബുദ്ധി. അത് ബോയിൽ ചെയ്താൽ ചൂടാക്കിയാൽ ചൂടാകും എന്നറിയുന്നു ജ്ഞാനം. ഇത് രണ്ടും ശരിക്കും ഉപയോഗിക്കുന്ന മനുഷ്യർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മൂന്നാമതൊരു വാതിൽ തുറന്നു കിട്ടും. ആ വാതിലാണ് വചനം. അതിന് ജാതിയോ മതമോ സഭയോ അല്ല വിഷയം. അറിവ് അഥവാ ബുദ്ധിയും ജ്ഞാനവും പ്രയോഗിച്ചാൽ വചനം കിട്ടും. എന്താണ് വചനം? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വേറൊരു വാക്ക് പറയട്ടെ, വചനം എന്ന് പറയുന്നത് സർവശക്തനായ പരമേശ്വരനായ സൃഷ്ടാവായ ദൈവത്തിന്റെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ഭൂമിയിൽ പ്രകാശിപ്പിക്കുന്ന തുടിപ്പാണ് വചനം. ആദ്യത്തെ രണ്ട് അനുഗ്രഹങ്ങൾ സ്വാഭാവികമായി ഉപയോഗിക്കുന്ന ഏത് മതസ്ഥർക്കും ഏത് രാജ്യക്കാർക്കും ദൈവം ഒന്ന് വെളിപ്പെടും. കാരണം ഇവന്റെ ബുദ്ധിയും മനസ്സും ചിന്തിക്കുമ്പം ഇവൻ നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെ, ഈ ഭൂമി മാത്രം ഇത്ര മനോഹരമായ ഈ ഒറ്റപ്പാലം പാലം, അതിൻ്റെ ഓരോ പോസ്റ്റിലും ലൈറ്റ്. ഒരു വിദേശി ഇവിടെ വന്നാൽ ബുദ്ധിയുള്ളവനാണെ പറയും ഇതേതോ എഞ്ചിനീയർ ഡിസൈൻ ചെയ്ത് മനോഹരമായി രൂപകൽപ്പന ചെയ്തതാ. അല്ലാതെ ഒരു ദിവസം നേരം വെളുത്തപ്പോൾ ഇത് മുളച്ചു വന്നതെന്ന് പറഞ്ഞാൽ അവൻ ഭോഷനാ. അതുപോലെ 23 ഡിഗ്രി ചെരിവിലൊരു ഭൂമി, അതിനകത്ത് 1600 കിലോമീറ്റർ സ്പീഡിൽ കറക്കുന്നു. 12 മണിക്കൂർ കൂടുമ്പോൾ രാത്രി. ഇവിടെ മാത്രം തൊട്ടയിലുവൊക്കെക്കാരൻ ശുക്രൻ, അവന് രാത്രി 121 ദിവസം. ഭാരതപ്പുഴക്കാർക്ക് രാത്രി 12 മണിക്കൂർ. രാത്രി കുടിക്കുവാൻ ഒന്നാം തരം നല്ല H2O, 2 ഹൈഡ്രജനും 1 ഓക്സിജൻ ചേർത്ത സുന്ദരമായ വെള്ളം. തീർന്നില്ല, ശ്വസിക്കാൻ വായുവല്ല, അതിനകത്ത് 7 മിക്സർ. ആരോഗ്യം കിട്ടാൻ 79% നൈട്രജൻ, 20% ഓക്സിജൻ, ബാക്കി കാർബൺ ഡയോക്സൈഡ്, ആർഗോൺ, മീഥൈൽ, നിയോൺ, ഹീലിയം. ഇങ്ങനെ 7 മിക്സർ. അമേരിക്കയിലും ഇന്ത്യയിലും ചൈനയിലും ജപ്പാനിലും എവിടെ ചെന്നാലും ശ്വസിക്കാൻ 7 മിക്സറുള്ള വായു. 4 മനോഹരമായ കാലാവസ്ഥ, ആവശ്യത്തിന് മഴ, വെയില്. ഇതേ ബുദ്ധിയുള്ളവനെ വചനത്തിൽ വെളിപ്പെട്ടാൽ മനസ്സിലാകും ഇതിൻ്റെ പുറയിൽ ഒരു ശില്പിയുണ്ട്. ആ ശില്പിയാണ് സർവശക്തനായ ദൈവം. 10 വാതിലുകൾ. ഒന്നാമത്തെ വാതിൽ ബുദ്ധി, 2 ജ്ഞാനം, 3 അത് ഉപയോഗിക്കുന്നവർക്ക് കിട്ടുന്നതാണ് വചനം വെളിപ്പെടും. വചനം വെളിപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ മനസ്സാക്ഷിക്കകത്തൊരു ചിന്ത വരും, ഈ തേജോമയനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽപ്പാൻ എനിക്കെന്തോ കുറവുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനാണ് വേദപുസ്തക ഭാഷ പറയുന്നത്, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ. ആ ദൈവമെന്ന ചിന്ത വരുമ്പോൾ മനസാക്ഷിയുടെ ദർപ്പണത്തിൽ ഒരു സ്പന്ദനമുണ്ടാകും. ആ തേജോമയനായ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കാൻ എനിക്ക് യോഗ്യതയുണ്ടോ എന്നൊരു ചിന്ത വന്നെങ്കിൽ മാത്രമേ അവനിൽ ബുദ്ധിയും അവനിൽ ജ്ഞാനവും അവനിൽ വചനവും പെരുമാറിയിട്ടുള്ളൂ. അല്ലാത്തതെല്ലാം വെറും ലോകത്തിൻ്റെ ശക്തിയായ സാത്താൻ്റെ പ്രത്യേക പ്രവർത്തനത്താൽ ഉണ്ടാകുന്ന അഹങ്കാരമാണ്, തിന്മയാണ്. അവർക്കിത് വെളിപ്പെടത്തില്ല. അങ്ങനെ വെളിപ്പെടുമ്പോൾ 4ാമത്തെ വാതിൽ തുറക്കും, നിനക്ക് വീണ്ടും ജനിക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ തെറ്റുകാരനാണെന്ന് ഒരു ചിന്ത, തെറ്റുകാരിയാണ്, ആ തേജോമയനായ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മുമ്പിൽ നിൽപ്പാൻ എനിക്ക് സാധിക്കത്തില്ലെന്ന് വന്നാൽ ഉടൻ വരും. നോക്കിക്കേ, ഈ രാജ്യത്തെ മന്ത്രി ഇങ്ങോട്ട് വരട്ടെ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് വരട്ടെ. നിങ്ങളെ വീട്ടിൽ വിളിച്ച് പറയുക, ഇന്ന് 5 മണിക്ക് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളെ ഒന്ന് നേരിട്ട് കാണണം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങൾ എത്ര ഒരുങ്ങിച്ചെല്ലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ? ശരിയല്ലേ? നമ്മളെ ഭരിക്കുന്ന മുഖ്യമന്ത്രി നമ്മളെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ അലസമായിട്ട് ആരെങ്കിലും പോകുമോ? അലക്ഷ്യമായി ഇല്ല.
ഇതുപോലെ തേജോമയനായ ദൈവത്തിൻ്റെ സ്പന്ദനം വചനമായി മനസ്സിൽ തട്ടുമ്പോൾ മനസ്സാക്ഷിയുള്ളവൻ പറയും, അയ്യോ, ഈ മഹാദൈവത്തിൻ്റെ മുമ്പാകെ നിൽപ്പാൻ എനിക്ക് പറ്റത്തില്ല. ഉടനെയാണ് അടുത്ത വാതിൽ വീണ്ടും ജനനത്തിൻ്റെ വാതിൽ. നോക്കിക്കേ, അനുഗ്രഹങ്ങളുടെ വാതിലാ. വീണ്ടും ജനനത്തിൻ്റെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ പ്രവേശിക്കുമ്പോൾ അവൻ്റെ സകല കറകളും സകല കന്മഷങ്ങളും ചെയ്ത സകല തെറ്റുകളും, അപ്പൻ ക്ഷമിക്കാത്തതും ഭർത്താവ് ക്ഷമിക്കാത്തതും ഭാര്യ ക്ഷമിക്കാത്തതും മേലധികാരി ക്ഷമിക്കാത്തതുമായ സകല പാപങ്ങളും കഴുകി വെടിപ്പാക്കാൻ ഒരു സ്വർഗീയ ഡിറ്റർജന്റും വെച്ചിരിക്കുന്നത് സൗജന്യം. അതാണ് കർത്താവായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അത്രയും ചെയ്യുമ്പോൾ അടുത്ത വാതിൽ തുറന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അവിടെ മുതൽ ടേണിങ് മാറാൻ പോവുക. നമ്മുടെ ഗ്രാമത്തിലെ കൊച്ചു റോഡിൽ നിന്ന് കയറി ഹൈവേയിലോട്ട് കയറുമ്പോൾ വണ്ടിയുടെ സ്പീഡ് പോകുന്നത് പോലെ, ഡ്രൈവിങ് സുഖമാകുന്നത് പോലെ, ഇരിപ്പ് സുഖമാകുന്നത് പോലെ പിന്നെ മാറാൻ പോവുക ടേണിങ്. ആദ്യത്തെ ബുദ്ധി, 2 ജ്ഞാനം, 3 ദൈവത്തിൻ്റെ വചനം. അപ്പോൾ കുറ്റബോധമുണ്ടായി വീണ്ടും ജനിക്കുന്നു. വീണ്ടും ജനിക്കുമ്പോൾ അതിനെ യേശുവിൻ്റെ രക്തം മാത്രം മുഖാന്തരം നേർച്ച കാഴ്ചകളും തീർത്ഥാടനങ്ങളും ദാനധർമ്മങ്ങളും വളരെ നല്ലതാ. അത് സ്വർഗം മാനിക്കും. അതുകൊണ്ട് ആരുടെയും പാപം മായിക്കത്തില്ല. പാപം മായിക്കുവാൻ ലോകത്തിൽ ദൈവം വെച്ച ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അത് മതത്തിനല്ല, സഭയ്ക്കല്ല, രാജ്യത്തിനല്ല. അവൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ആ അനുഭവമുള്ളവരുന്ന് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. അങ്ങനെയാൽ ടേണിങ് മാറി. നാട്ടുറോട്ടിൽ നിന്ന് ഹൈവേ കയറുന്ന പോലെ ജീവിതം ഓടുക. അതിൻ്റെ പേരാ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. കേട്ടുകൊള്ളുക, പുതിയ സൃഷ്ടിയായാൽ ഉടനെ തമ്പുരാൻ പറയും, നിന്റെ പഴയ ശരീരം കളാ, നിനക്ക് ഞാൻ പുതിയ ശരീരം തരാം. പുതിയ സൃഷ്ടിക്ക് ഒരു പുതിയ ശരീരം. ആ കരമുയർത്തവർക്കെല്ലാം ഒരു പുതിയ ശരീരം കിട്ടി. ഏതാണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ ശിരസിൻ്റെ തുടർച്ച. കൊലോസ്യർ 1:18, എഫേസ്യർ 1:22 കാണാം. എന്താണ്? വായിക്കാം. കൊലോസ്യർ 1:18 മൈക്കിൽ വായിക്കാവോ? കൊലോസ്യർ 1:18. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും. അവൻ സഭ എന്ന ശരീരത്തിന്റെ തല. സഭ എന്ന് പറഞ്ഞാൽ ഡിനോമിനേഷൻ അല്ല, പെന്തിക്കോസ് അല്ല, CSI അല്ല, കത്തോലിക്കയല്ല. സഭ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ തുടർച്ച. സഭ കർത്താവിൻ്റെ സ്വകാര്യ സ്വത്ത്. സഭ കർത്താവിൻ്റെ അലങ്കാര ഭാഷയിലെ കാന്ത. ഈ പദവിയാണ് കിട്ടുന്നത്. എവിടെ കിടന്നത്? പാപത്തിൽ കിടന്ന വ്യക്തിയെ ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് കഴുകി കഴിഞ്ഞപ്പോൾ പുതിയ സൃഷ്ടിയായപ്പോൾ പുതിയ ശരീരം. പിന്നെ ആ പഴയ എനർജി കൊണ്ട് ഓടണ്ട. അതിനൊരു പുതിയ ഇന്ധനം തരും, ഒരു പുതിയ ശക്തി തരും. അതിന് ദൈവദാസന്മാർ പറയും അഭിഷേകം അല്ല, കർത്താവിൻ്റെ ഭാഷ പറയാം, അത് ഉയരത്തിലെ ശക്തി. ലൂക്കോസ് 24:49 നോക്കിക്കേ. അടുത്ത വാതില ഉയരത്തിലെ ശക്തി. ഞാൻ 10 വാതിലുകളായി പറഞ്ഞു വരുന്നത്. ഉയരത്തിലെ ശക്തി വായിക്കാം. ലൂക്കോസ് 24:49. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. നോക്കിക്കേ, പാപം മാറി കിട്ടിയപ്പോൾ പുതിയ സൃഷ്ടി, പുതിയ സൃഷ്ടിക്ക് പുതിയ ശരീരം. ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ തന്നെ അതിൻ്റെ രൂപവും ഭാവവും മാറി ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ തുടർച്ച. ഉടൻ അതിനൊരു പുതിയ എനർജിയാണ് ലോകത്തിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം. ദൈവം ആദ്യം സൃഷ്ടിച്ചത് എനർജിയാ, ഊർജമാ. അതാണ് വെളിച്ചമുണ്ടാകട്ടെ, ഊർജമാ. എല്ലാ മനുഷ്യർ ജീവിക്കുന്നത് ഊർജമാ. ആ ഊർജം നമ്മളിൽ ഉത്പാദിപ്പിക്കാനാ 1800 കലോറി ഭക്ഷണം നമ്മൾ കഴിക്കുന്നത്. ഊർജമില്ലെങ്കിൽ ഒന്നും നടത്തിലെ ശക്തി. ഭൂമിയിൽ ഒത്തിരി ശക്തിയുണ്ട്, അതൊന്നുമല്ല സ്വർഗത്തിലെ ശക്തി. അടുത്തത് അതുണ്ടെന്നുള്ളതിൻ്റെ തെളിവ്, ആ ശക്തിയുള്ളവർ അവിടുത്തെ ലക്ഷണത്തിൽ നിൽക്കും. അതാണ് ആത്മീയ ആരാധന. പ്രാർത്ഥനയല്ല, ആത്മീയ ആരാധന. ഉയരത്തിലെ ശക്തി ഉള്ള ഒറ്റ വ്യക്തി ആരാധിക്കാതിരിക്കത്തില്ല. അവൻ്റെ അകത്തൊരു തിളപ്പ്. 10ാമത്തെ അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിഷയം അതാ, സ്വർഗത്തിൽ പൗരത്വം. ഫിലിപ്പിയർ 3:20 പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ. 10ാമത്തെ അനുഗ്രഹത്തിൻ്റെ വാതിലിൻ്റെ പേരാണ് സ്വർഗത്തിൽ പൗരത്വം. സ്വർഗത്തിലെ 3 കാര്യങ്ങൾ
യേശുവിൻ്റെ രക്തം കൊണ്ട് പാപം മോറിയവർക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കും. 3 കാര്യങ്ങൾ. 1, ഉയരത്തിലെ ശക്തി. 2, ഉയരത്തിലെ ആരാധന. 3, ഉയരത്തിലെ പൗരത്വം. ഉയരത്തിലെ പൗരത്വം. ഈ 3 ശക്തിയുള്ളവരെ, ഉയരത്തിലെ ശക്തിയുള്ളല്ലോ, ആ ശക്തി ഭൂമിയിൽ നിന്നുള്ളതല്ല, സ്വർഗത്തിൽ നിന്നുള്ളതാ. അത് ഉയരത്തിലേക്ക് പോകാൻ പോവുക. അതാണ് നമ്മുടെ പ്രധാന പ്രസംഗ വിഷയം. ആ ശക്തി ഉയരത്തിലേക്ക് പോകുമ്പോൾ ആരുടെ മേലെല്ലാം ആ ശക്തിയുണ്ടോ അവരെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ഈ ശരീരത്തിൽ കൊണ്ടുപോകാൻ സാധിക്കത്തില്ല സ്വർഗത്തിൽ. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. ഈ ശരീരം ദൈവം തമ്പുരാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഭൂമിക്ക് വേണ്ടി മാത്രം. അതിനാണ് മൂക്ക് ശ്വസിക്കുന്ന, ആ ശ്വാസം നടക്കുന്ന മൂക്കും, കേൾക്കുന്ന ചെവിയും, കാണുന്ന കണ്ണും, സംസാരിക്കുന്ന നാക്കും, അതിനെ സഹായിക്കുന്ന 32 പല്ലും, ദഹിപ്പിക്കുന്ന അവയവങ്ങളുമായി ഈ ഭൂമിക്ക് വേണ്ടി മാത്രം. ഇതൊന്നുമില്ലാത്ത ഒരു ശരീരമാണ് സ്വർഗത്തിൽ ആവശ്യം. അതുകൊണ്ടാണ് ഉയരത്തിലെ ശക്തിയുള്ളവരെ ഈ തലമുറയിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അപ്പോൾ അതിന് പറയുന്ന ദൈവദാസന്മാർ പറയുന്ന ഭാഷയാണ് നാം രൂപാന്തരപ്പെടും. അതോടുകൂടി അതിരുകളും കാലങ്ങളും എന്ന് അപ്പോസ്തലപ്രവൃത്തി 17:26 പറയുന്ന മനുഷ്യവർഗത്തിന് സുഗമമായി ജീവിക്കുവാൻ തമ്പുരാൻ വെച്ച അതിർത്തി ഇതാ ഇവിടെ തീരും. അടുത്ത ഞായറാഴ്ച ഇവിടുത്തെ ഈ കൺവെൻഷൻ തീരും. ദൈവദാസന്മാരും ദൈവമക്കളും എല്ലാം ഇവിടുന്ന് മാറും. പിന്നെ വേണമെങ്കിൽ ഒരു ലോകത്തിലെ പ്രോഗ്രാം അതിൻ്റെ ഭാരവാഹികൾക്കൂടെ നടത്തണമെങ്കിൽ നടത്താം. പക്ഷെ ഈ സ്റ്റേജ് കിട്ടത്തില്ല, ഈ ദൈവദാസന്മാരെ നിങ്ങളെയും കിട്ടത്തില്ല. ഇതുപോലെ ഈ തലമുറയിൽ സ്വർഗത്തിലെ അതിരുകളും കാലങ്ങളും ഇവിടെ തീർന്നു കഴിയുമ്പോൾ ഈ ഭൂമി വചനം പറയുന്നു, സയൻസും കണ്ടുപിടിച്ചു, പിശാചിൻ്റെ കയ്യിൽ കിട്ടും. അതിന് പറയും സാത്താന്യ കാലം. ദൈവദാസന്മാർ പറയും മഹോ ഉപദ്രവകാലം. കാരണം പരിശുദ്ധാത്മാവില്ലാത്ത ഭൂമി. അങ്ങനെ 2 സംഭവങ്ങൾ കഴിഞ്ഞ 2 പ്രാവശ്യമായി ഞാനിവിടെ നിങ്ങളോട് സംസാരിച്ചു. ആ കാര്യങ്ങൾ അന്ന് കേട്ടവർ ചിന്തിക്കുന്നുണ്ടല്ലോ, അറിയാം. അന്ന് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും നിവർത്തിച്ചത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തോടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സ്തോത്രം. അപ്പോൾ നാം മുന്നോട്ട് വന്നു. ഇനിയും ഇവിടെ നടക്കുന്നത് 2 സംഭവങ്ങൾ ഈ ലോകത്തിൽ നടക്കും. ഒരിക്കൽ കൂടി പറയാം. ഭാഷതാത്ത് പറഞ്ഞാൽ വിശുദ്ധന്മാരുടെ രൂപാന്തരം അഥവാ സഭയുടെ സ്വർഗത്തിലേക്കുള്ള എടുക്കപ്പെടൽ. ഒരു ഡിനോമിനേഷൻ അല്ല, ഒരനുഭവം. 2, ഈ ഭൂമി പൈശാചിക ഭൂമിയാകും. അതിൻ്റെ ചുമതല എടുക്കുവാൻ ഒരുത്തൻ ഇതാ എത്തിക്കഴിഞ്ഞു. അവൻ്റെ പേരാണ് സാത്താൻ, എതിർ ക്രിസ്തു. വിശുദ്ധന്മാർ എടുക്കപ്പെടുന്നതിന് 12 അടയാളങ്ങളാണ് പ്രധാനമായി. പക്ഷെ നമുക്കറിയാം സമയം പരിമിതം, ചിന്തിക്കാൻ സമയമില്ല. ഓടിച്ച് 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് മറ്റേ പുള്ളി വരുന്നതിൻ്റെ അടയാളം നമ്മൾ മനസ്സിലാക്കിയാൽ നാം ഗൗരവത്തിൽ നിൽക്കും. സഭയെടുക്കപ്പെടുന്നതിൻ്റെ ഒരടയാളമാണ് അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ഇന്ന് ലോകത്തിലെ സകല രാജ്യങ്ങളിലും ഒരുപോലെ മുഴങ്ങിക്കേൾക്കുന്ന ഒറ്റ പരിപാടിയുള്ളൂ. അതാണ് ക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ചുള്ള ആരാധനയും പ്രസംഗവും. അതിനെ തടയപ്പെടുത്തുവാൻ ഈ ലോകത്തിലെ ഏത് ശക്തനായ നിർമ്മിക്കുന്ന ഗവൺമെൻറ്റിനും സാധിക്കുന്നില്ല, സാധിക്കത്തുമില്ല. കാരണം ഇത് അന്ത്യകാലത്തെ ആത്മപകർച്ച ലോകത്തിൻ്റെ ഊർജമല്ല, ബുദ്ധിയുടെ ഊർജമല്ല, സ്വർഗത്തിലെ ദൈവം പകർന്നിരിക്കുന്ന ശക്തിയാണ്. അതുകൊണ്ടാണ് ഇത്രയും ദൈവമക്കൾ ഈ രാത്രിയിലൂടെ വന്നിരിക്കുന്നത്. അന്ത്യകാലത്തെ ആത്മപകർച്ച. 2, എടുക്കപ്പെടാനുള്ളവർക്കറിയാം അവരുടെ അടയാളം. അത് അവനവൻ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യം പറയാം. നമുക്ക് ചിന്തിക്കാം. 1, എടുക്കപ്പെടാനുള്ളവരുടെ അകത്തൊരു പ്രത്യേക ചിന്തകൾ ഈ ആത്മീയ കാര്യത്തിൽ കാണും. കാരണം ശിഷ്യന്മാരിൽ 2 പേർ സാധാരണക്കാരല്ല, യേശുവിനെ പിന്തുടർന്ന ശിഷ്യന്മാർ. കർത്താവിൻ്റെ മരണവും അടക്കവും കഴിഞ്ഞ് പലരും നിരാശരായി. കർത്താവ് പ്രത്യക്ഷപ്പെട്ട അപ്പോസ്തലന്മാർ പോലും കൺഫ്യൂഷനായിരുന്നു, ഉയർത്തോ ഉയർത്തില്ലയോ. അപ്പോൾ 2 ശിഷ്യന്മാർ ആ ഭാരവും ആ ദുഃഖവുമായി തിരിച്ചു പോവുകയാണ് എമ്മോവൂസ് എന്ന് പറയുന്ന ഒരു ശബദ ദിവസത്തെ വഴിദൂരമുള്ള ഗ്രാമത്തിലേക്ക്. അവരുടെ മുഖമൊക്കെ ഇരുന്നത് ഫെയർ ആൻഡ് ലവ്ലി തേച്ച് ഭംഗിയാക്കിയെന്നല്ല, വേദപുസ്തകം പറയുന്ന വാടിയ മുഖം.
കാരണം അവർ പ്രതീക്ഷിച്ചിരുന്നെല്ലാം കർത്താവിൽ ഒരു രാജ്യത്വമാണ്. ആ കർത്താവ് മരിച്ചു ഉയർത്തെന്ന് പറയുന്നു, ഇല്ലെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ കർത്താവ് സംസാരിച്ചു എല്ലാം കഴിഞ്ഞ് അവരൊരു പ്രസ്താവനയുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 32-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 32-ാമത്തെ വാക്യം. അവൻ വഴിയിൽ നമ്മളോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ. ഇവര് പറയുന്ന വാക്ക് കേട്ടോ, ഇവരെ കർത്താവ് അവരെ വിളിച്ചത് തന്നെ വല്ലാത്തൊരു വാക്കാ. മന്ദബുദ്ധികളേതാ ശിഷ്യന്മാരാ, പക്ഷെ അവരുടെ ആ പ്രത്യാശയിൽ അസ്തമിച്ചു പോയിരുന്നവരാ. എന്നിട്ട് അവർ പറഞ്ഞു കേട്ടോ, അവൻ വഴിയിൽ വെച്ച് വായിക്കാം, നമ്മളോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നില്ല. ഒരു കത്തൽ അവരുടെ ഹൃദയത്തിൽ, അസിഡിറ്റി അല്ല, ഗ്യാസ് കയറിയതല്ല, അകത്തൊരാത്മ കത്തൽ. ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ ആ കത്തൽ ഇന്ന് ഈ മൈതാനത്തിൽ ഈ പ്രസംഗം ലോകത്തിന്റെ എവിടെയെല്ലാം ഇരുന്ന് കേൾക്കുന്നോ അവരുടെ അകത്തെല്ലാം ഈ രൂപാന്തരത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഒരു കത്തലുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ വ്യക്തികൾ എടുക്കപ്പെടാനുള്ളവരാണ്. അവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കും. അറിവില്ലായിരിക്കാം, പണമില്ലായിരിക്കാം, ആരോഗ്യമില്ലായിരിക്കാം, ഹല്ലേലൂയ, പേരും പ്രശസ്തിയുമില്ലായിരിക്കാം, പണമില്ലായിരിക്കാം. അകത്തൊരു കത്തലുണ്ടോ അതിന്റെ അർത്ഥം തമ്പുരാന്റെ ശക്തിയുണ്ട്. 3, നല്ല രീതിയിൽ പറഞ്ഞാൽ ഒരു മരത്തിൽ ഒരു മാങ്ങ, ഒരു പഴം പഴുത്ത് നിൽക്കുന്നു. കാറ്റടിച്ചാൽ താഴെ വീഴും. കാരണം ആ ഫലവും മരവുമായിട്ടുള്ള ബന്ധം ഞെട്ടിലാണ്. മാവോ പേരക്കായോ ഏതുമായിക്കൊള്ളട്ടെ, ഒരു പഴം, അതെ, ആ മരവുമായിട്ടുള്ള കണക്ഷൻ ഞെട്ടാണ്. അഞ്ഞെട്ട് തൊട്ടിരിക്കുന്നേ ഉള്ളൂ. അഞ്ഞെട്ടും മരവുമായിട്ടുള്ള ബന്ധം വിട്ടും വിടാതെ ഇരിക്കുക. ഒരു കാറ്റടിച്ചാൽ മതി, താഴെ വരും. ഇതുപോലെ ഈ ലോകത്തോടുള്ള സ്നേഹം വിട്ട്, എന്നാൽ ഈ ലോകത്തിൽ ജീവിച്ച് ലോക സ്നേഹത്തെക്കാൾ കൂടുതൽ സ്വർഗീയമായ ചിന്തകളും സ്നേഹവും ജീവിത രീതിയും പെരുമാറ്റവും ഉള്ളവരുടെ അർത്ഥം അവർ മേലോട്ട് പോകാനുള്ളവരാണെന്നാ. ഈ അനുഭവം 3 ഉള്ളവർ എന്ന കരങ്ങളെ ഉയർത്തി സ്തുതിച്ച് അന്ത്യകാലത്തെ ആത്മപകർച്ച 1, 2 വചനം കേൾക്കുമ്പോൾ, വെറും ഒരു TV പ്രോഗ്രാം കാണുമ്പോൾ അകത്തൊരു കത്തൽ, ഒരു പ്രസംഗം കേൾക്കുമ്പോൾ അകത്തൊരു കത്തൽ. ആ മോനോട് ഒന്ന് പാടിയില്ലേ, ഞങ്ങൾ കാറേ വരിക, ഷാജി ബ്രദർ എന്നെ അത് വെച്ച് കാണിച്ചു. ആ കാറിൽ ഇരുന്നപ്പോൾ എനിക്കൊന്ന് വിളിച്ചാടി ഹല്ലേലൂയ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്താ ആ കൊച്ചു മോൻ്റെ അത് കേട്ടപ്പോൾ എൻ്റെ അകത്തൊരു കത്തല്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് കത്തല്. ഒരു പാട്ട് കേൾക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഒരു വചനം കേൾക്കുമ്പോൾ ഒരു കത്തലുണ്ടെങ്കിൽ ആ വ്യക്തിയെ സ്വർഗ്ഗം തൊട്ടിട്ടുണ്ട്. 3, എൻ്റെയും നിന്റെയും പ്രത്യാശയാകുന്ന ഞെട്ട് ലോകത്തിൽ നിന്നും വിട്ടും വിടാതെ നിൽക്കണം. ലോകത്തിൽ ജീവിക്കുമ്പോൾ ഉയരത്തിലുള്ള ചിന്തിക്കണം, എങ്കിൽ നാം എടുക്കപ്പെടും. ഇതാണ് പ്രധാനമായ ക്രൈസ്തവ സഭയ്ക്കുള്ള 12 അടയാളത്തിൽ 3. ബാക്കി നമുക്ക് ഇനി ഒരിക്കൽ ചിന്തിക്കാം. ഇതാ ലോകം പിടിക്കാൻ ഒരുത്തൻ വരുന്നു. പ്രവചനങ്ങൾ നിവർത്തിച്ചത് കണ്ടുകൊണ്ടിരിക്കുന്ന തലമുറ. വേദപുസ്തകം തീർത്തു പറയുന്നു, ഒരുവൻ ഭരിക്കും. വെളിപ്പാട് 13:7. വെളിപ്പാട് 13:7. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. അടുത്ത വാക്യം ഒന്ന് കേട്ടോണം. സകല ഗോത്രത്തിന്മേലും, സകല ഗോത്രത്തിന്മേൽ 1, വംശത്തിന്മേലും, സകല വംശത്തിന്മേൽ 2, ഭാഷമേലും, സകല ഭാഷമേൽ 6500 ഭാഷ ഈ ലോകത്തിലുണ്ട്. അതിന്റെ മേൽ അടുത്തത് ജാതിമേലും, ലോകത്തിൽ ഏതെല്ലാം ജാതിയുണ്ടോ ജാതിമേൽ അധികാരവും ലഭിച്ചു. എതിർ ക്രിസ്തുവിന് അധികാരം ലഭിക്കും. ഈ ലോകത്തിൽ കർത്താവിന്റെ ശരീരത്തിനാവുന്ന സഭ, പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവർ, അവർ മാറിക്കഴിയുമ്പോൾ ഈ ലോകം പിശാചിന്റെ കയ്യിൽ കിട്ടിയാൽ അവൻ ഒരു ഭൂഖണ്ഡമല്ല, ഒരു രാജ്യമല്ല, സകല ലോകത്തെയും സകല രാജ്യത്തെയും സകല ജനങ്ങളെയും ഭരിക്കുമെന്ന് വേദപുസ്തകം പറയുന്ന നിവൃത്തി ഇന്നേക്ക് 10 വർഷം മുമ്പേ നിവർത്തിക്കാൻ ആരംഭിച്ചു. 2009 ലോകത്തെ ആകമാനം പിടിച്ചുകുലുക്കിയ 3 കാതലായ വിഷയങ്ങളുണ്ടായി. 1, സമ്പദ്ഘടനയുടെ അടിത്തട്ടിളകി. സമ്പന്ന രാജ്യമായ അമേരിക്ക മുതൽ ലോകത്തിലെ സകല രാജ്യങ്ങളിലെയും എക്കണോമിക് കുമ്പുകുത്തി.
ബാങ്കുകൾ പൂട്ടപ്പെട്ടു, നിരവധി പേരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു, കടക്കണി നിമിത്തം ജനങ്ങൾ പല രാജ്യങ്ങളിലും ആത്മഹത്യ ചെയ്തു, എണ്ണവില കുമ്പുകുത്തി, സാമ്പത്തിക തകർച്ച, അതോടെ ബിസിനസ്സുകളെല്ലാം പൊളിഞ്ഞു. 2, ഈ തക്കത്തിനാണ് ലോകം മുഴുവൻ തീവ്രവാദികൾ തല നീട്ടി. ഇന്നവർ തല നീട്ടി പിടിച്ചിരിക്കുന്നു. അവരെ ഒതുക്കാൻ ലോകത്തിൽ ഒരു രാജ്യത്തിനും സാധിക്കത്തില്ല. 1, സമ്പദ്ഘടന ഇന്നും തകർന്നു കിടക്കുന്നു. 2, തീവ്രവാദികൾ സജീവം. 3, ആറ്റമുണ്ടാക്കുന്ന 10-12 രാജ്യങ്ങളുണ്ട്. അവരിലും പലർക്കും സാമ്പത്തിക പ്രയാസവും പരാധീനതയും ഉണ്ടെങ്കിലും മാന്യതയുടെ മുഖം മൂടിയിട്ട് നടക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധാരണക്കാർ മലയാളികളുടെ ഭാഷയിൽ കടം വർദ്ധിച്ചാൽ എങ്ങനെയും പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും സ്വർണ്ണാഭരണം ഉണ്ടെങ്കിൽ കൊണ്ട് വിൽക്കുന്നത് പോലോ പണയം വെക്കുന്നത് പോലോ സമ്പദ്ഘടന തകർന്ന ചില രാജ്യങ്ങൾ പിടിച്ചു നിൽക്കാൻ ഈ ആറ്റമായുധം ആരും അറിയാതെ തീവ്രവാദികൾക്കെങ്ങാനും ബ്ലാക്കിൽ കൊടുത്താൽ ഈ ലോകമില്ല. ഇത് മനസ്സിലാക്കിയ ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകന്മാർ, സപ്പോർട്ട് ചെയ്ത രാഷ്ട്രീയ നേതാക്കന്മാർ, എല്ലാവിധമായ ഒത്താശകളും ഞങ്ങൾ ചെയ്യാമെന്ന് പറയുന്ന ലോകത്തിൻ്റെ പാർലമെൻ്റാകുന്ന യുണൈറ്റഡ് നേഷൻസ് ആരംഭിച്ച ഒരു പുതിയ പരിപാടിയുടെ പേര് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദ ന്യൂ വേൾഡ് ഓർഡർ, ഒരു പുതിയ ലോക ഭരണ സംവിധാനം. കാരണം ജനാധിപത്യം 198 രാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും ജനാധിപത്യം എങ്കിലും അവിടെയും അലോസരങ്ങൾ തന്നെ. ഒരു രാജ്യത്തിൽ രാഷ്ട്രീയ ഗോളത്തിൽ സ്വസ്ഥതയില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ കാര്യത്തിനും കാര്യക്കേടിനും കൊമ്പ് കോർക്കാത്ത ഒറ്റ രാജ്യമില്ല. അങ്ങനെ അതും അവതാളത്തിലായി. ഈ 3 പ്രശ്നങ്ങളും ഉള്ളതിനാൽ ബുദ്ധിജീവികൾ പറയുന്നു, സാംസ്കാരിക നായകന്മാർ പറയുന്നു, നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു രാജ്യത്തിലെയും രാഷ്ട്രീയ നേതാവിനെയോ അല്ലെങ്കിൽ നേതാക്കന്മാരെയോ മാറ്റണ്ട, അവരവിടെ ഇരിക്കട്ടെ. അപ്പോൾ തന്നെ ലോകത്തെ ഒന്നായി കണ്ടുകൊണ്ട് എല്ലാവർക്കും സ്വീകാര്യനും നയമുള്ളവനും ബുദ്ധിമാനും രാജ്യങ്ങളെ പറഞ്ഞ് സമന്വയിപ്പിച്ച് സമാധാനപ്പെടുത്തുവാൻ പ്രാപ്തനും പ്രശ്നങ്ങൾ ഉടനുടൻ പരിഹാരം കണ്ടുപിടിക്കുവാൻ കഴിവുള്ളവനും നയപരമായി സംസാരിപ്പാനും സാധിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടുപിടിച്ചാൽ ആ വ്യക്തിയുടെ കയ്യിൽ നമുക്ക് ഈ ലോകത്തെ കൊടുക്കാം. അങ്ങനെ ഒരു പക്ഷപാതമില്ലാത്ത അല്ലെങ്കിൽ ജനങ്ങളെ ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു നല്ല നേതാവിന് വേണ്ടി ഈ ലോകം ദാഹിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, നയബുദ്ധിയാൽ കാര്യം സാധിപ്പിക്കുന്ന ഒരുവൻ ലോകം പിടിച്ചെടുക്കുമെന്ന് ദാനിയേൽ 8:23 പറയുന്നു. വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ മനുഷ്യവർഗത്തിന് സുഗമമായി ജീവിക്കാനുള്ള അവസരം ഇവിടെ തീരുന്നതിനാൽ പൈശാചി ലോകം പിടിച്ചെടുക്കും. അപ്പോഴാണ് ഇതെല്ലാം തമ്പുരാൻ മാറ്റുന്നത്. അതിൻ്റെ ശബ്ദങ്ങൾ നിങ്ങളുടെ കാതുകളിൽ കേൾക്കുന്നില്ലേ? ഒരു ഭരണാധികാരിക്ക് വേണ്ടി ലോകം കാത്തിരിക്കുന്നു. അവൻ വന്നാൽ അവൻ ഏത് നിയമം മാറ്റും? സ്തോത്രം. ക്രൈസ്തവ ലോകത്തിന് പുറത്ത് നടന്നൊരു സംഭവം നമുക്ക് ബാധകമല്ലെങ്കിലും ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ക്രൈസ്തവ ലോകത്തിന് പുറത്ത് ഇന്ത്യയിൽ നടന്ന ഹൈന്ദവ ലോകത്തിൽ നിന്നൊരു സംഭവം നമുക്ക് നേരിട്ടൊരു ബന്ധവുമില്ല എങ്കിൽ കേട്ടുകൊള്ളുക. ലോകത്തിലെ ഏറ്റവും അധികം ജനങ്ങളുള്ള രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യ. ജനസംഖ്യയിൽ അറിയാമല്ലോ, ഏതാണ്ട് 6-7 ലോകസംഖ്യയിൽ 6-7 പേരിൽ ഒരാൾ ഇന്ത്യക്കാരൻ. ഇന്ത്യയിലെ ഏറ്റവും ബഹുഭൂരിപക്ഷമുള്ള മതം ഹൈന്ദവ മതം. ഹൈന്ദവ മതത്തിലെ ആളുകൾ നൂറ്റാണ്ടുകളായി വളരെ വിശ്വാസത്തോടും ബഹുമാനത്തോടും ആചരിച്ചു വന്നൊരു വിഷയമല്ലേ ശബരിമല വിഷയം? അവർക്ക് അവരുടെ വിശ്വാസപ്രകാരം ഒരു പ്രായപരിധിയിലുള്ള സ്ത്രീകൾ അവിടെ കയറാൻ പാടില്ല എന്നൊരു ധാരണ, ഒരു അലിഖിത നിയമം അവർ അനുഷ്ഠിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ ഗുണമോ തെറ്റോ ശരിയോ ദോഷമോ സത്യമോ അസത്യമോ ഇതല്ല ഞാൻ പറയുന്നത്. പാരമ്പര്യമായി ഇന്ത്യയിലെ ഹൈന്ദവ സഹോദരന്മാർ വർഷങ്ങളായി പിതാക്കന്മാരിൽ നിന്ന് കേട്ടോ അനുഭവിച്ചോ പഠിച്ച് അനുവർത്തിച്ചു കൊണ്ടിരുന്നു. ഒരു നിശ്ചിത പ്രായമുള്ള യുവതികളെ അവിടെ കയറ്റാൻ പാടില്ല, കയറ്റത്തില്ല. ഇല്ലേ? എൻ്റെ മുമ്പ് നിങ്ങളുടെ മുമ്പിൽ കണ്ടോ? കഴിഞ്ഞ വർഷം ഒരൊറ്റ കോടതി വിധിയോടെ ആ നിയമം കാറ്റിൽ പറന്നോ? സ്ത്രീകൾ പോകുന്നോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ആ നിയമം കാറ്റിൽ പറന്നോ? ആ നിയമത്തിന് പ്രസക്തി ഇല്ലെന്നായില്ലേ?
അപ്പോൾ ഇപ്പോൾ നിയമം പറയുന്നു സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറാമെന്ന് പറയുന്നു. കയറുവോ കയറാതിരിക്കുവോ, അല്ലെങ്കിൽ അയ്യപ്പ ഭക്തന്മാർ അതിനെ എതിർക്കുവോ, ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. ഈ നിയമത്തെ, ഈ അതിലിഖിത നിയമത്തെ ഒരൊറ്റ കോടതിയിലെ വിധിയെ ജഡ്ജിമാർ ഒപ്പിട്ടപ്പോൾ അത് കാറ്റി പറത്തിയെങ്കിൽ 2600 വർഷം വേദപുസ്തകം എഴുതി ഒരു നിയമം എതിർ ക്രിസ്തു കാറ്റിൽ പലർത്തുമെന്ന്. വേഗം വായിച്ചു തരണം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം. 2600 വർഷം മുമ്പേ എഴുതിയത് ഹല്ലേലൂയ സംഭവിക്കുമെന്നുള്ളതിന്റെ തെളിവാണ് ഈ ശബരിമല യുവതി പ്രവേശന വിഷയത്താൽ ഒരു നിയമം കാറ്റിൽ പലർത്തിയെങ്കിൽ അത് കണ്ട തലമുറയോട് ഞാൻ പറയുന്നു, ഇതാണ് നമുക്ക് വിഷയം. വായിക്കാം. ദാനിയേൽ 9:27. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. അടുത്ത വാക്യം. ആഴ്ചവട്ടത്തിന്റെ മധ്യേ, അതാണ് പ്രവചന ഭാഷ. 3.5 വർഷം കഴിയുമ്പോൾ അടുത്ത വാക്യം. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. യാഗം, വേദപുസ്തക ഭാഷ, സ്തുതി, സ്തോത്രം, ആരാധന. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ലാംഗ്വേജാ. യാഗം, ഓഫറിംഗ്, സ്തുതി, സ്തോത്രം, ആരാധന. നമ്മൾ പറയത്തില്ലേ, സ്തുതികളും സ്തോത്രങ്ങളുമാകുന്ന യാഗങ്ങൾ. സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ഈ ലോകം ഒരുവൻ ഭരിക്കും, എതിർ ക്രിസ്തു ഭരണം കൈ കിട്ടും. അവൻ ഒരൊറ്റ കൽപ്പന TV വഴി അല്ലെങ്കിൽ മീഡിയ വഴി ഇടും. ആരാധന ഒരു ദൈവത്തോടും പാടില്ല. ഞാനാണ് ദൈവം, എന്നെ ആരാധിക്കാത്തവരെ കൊല്ലും. നിങ്ങളുടെ മുമ്പിൽ ഇതിൻ്റെ നിഴലായിട്ട് നടന്നൊരു വിഷയം ഞാൻ നിങ്ങൾ കണ്ടില്ലേ? അതെ, ഏറ്റവും ഭക്തിയുള്ള, ദൈവഭക്തിയുള്ള ലോകത്തിലെ ജനതയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നവരാണ് ഹൈന്ദവ സഹോദരങ്ങൾ. അവർ അവരുടേതായ ശക്തമായ ഭക്തിയിലുള്ളവരാണ്. അതെ, അവർ നോക്കിക്കേ, അവരുടെ മുമ്പിൽ ഈ നിയമത്തെ ഒരു കോടതി ഉത്തരവ് കാറ്റിൽ പലർത്തുന്നു എങ്കിൽ 2600 വർഷം മുമ്പ് എഴുതിയ ഈ പ്രവചനം ഞാനും നിങ്ങൾ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ 3.5 വർഷം കഴിയുമ്പോൾ പറയും, ഹല്ലേലൂയ, ഈ നിയമം കൊണ്ടുവരും. വേറെ യാതൊരു പ്രാർത്ഥനയും പാടില്ല. തീർന്നില്ല, അവനെ നമസ്കരിക്കണം. അതിൻ്റെ ആരംഭം കണ്ട തലമുറയോടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. കഴിഞ്ഞ ജാനുവരി 31 വരെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒരു നല്ല സൗകര്യം ഉണ്ടായിരുന്നു. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇത് ഉപയോഗിച്ചാണെന്ന് ഞാൻ വിചാരിക്കും. ഞാൻ ഉപയോഗിച്ചു. നമ്മുടെ കയ്യിലിരിക്കുന്ന 3G 4G ആക്കാമായിരുന്നു. കയ്യിലിരിക്കുന്ന 3G 4G ആക്കാമായിരുന്നു. അതായത് ഫോൺ, മൊബൈൽ. BSNL പ്രധാനമായി ഫ്രീ ആയിട്ട് പറഞ്ഞതാ. ജാനുവരി 31 അവരുടെ ഓഫീസിൽ പോയി നമ്മുടെ കയ്യിലിരിക്കുന്ന സ്ലിപ്പ് അങ്ങോട്ട് സബ്മിറ്റ് ചെയ്ത് നമ്മുടെ ID കാർഡിൻ്റെ കോപ്പിയും കൊടുത്താൽ 3G 4G ആക്കി തരും. ജോസ് മാസ്റ്റർ മാറ്റിയോ? ഇല്ല, അറിഞ്ഞില്ലല്ലേ? ആരെങ്കിലും ദേവദാസന്മാരോ സഹോദരന്മാരോ മാറ്റിയോരുണ്ടെന്ന് കൈപൊക്കിക്കേ. ആരുമില്ല. 3G 4G ആക്കിയവർ ഈ ഒറ്റപ്പാലത്ത് ആരുമില്ലേ? അങ്ങനൊരു സൗകര്യം ഉണ്ടായിരുന്നു. ഇനിയുണ്ട്. 100 രൂപ കൊടുക്കണം. ജാനുവരി 31 വരെ ഫ്രീ ആയിരുന്നു. അപ്പോൾ 3G 4G ആയി. സൗകര്യമാണ്, കുറച്ചുകൂടെ സൗകര്യാർത്ഥം. അപ്പോൾ നിങ്ങൾ ആക്കിയിട്ടില്ലായിരിക്കാം. ആക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ തലമുറ ഉപയോഗിക്കുന്നത് 4G. അടുത്തത് ഇത് 2019 ജാനുവരി 31. ശാസ്ത്രം പറയുന്നു 2024-നും 26-നും ഇടയിൽ 4G മാറ്റി 5G ഒറ്റപ്പാലത്തെ കടയിൽ വരെ ഞങ്ങൾ വിൽക്കാൻ തരാം. 4G കൈ കിട്ടി അല്ലേ? 3G 4G ആക്കിയില്ലേ? എൻ്റെ ഫോണാണ് ഞാനാക്കി. 4Gയിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടാകും വന്നാൽ ഞാൻ എൻ്റെ ഫോൺ എടുത്ത് നോക്കിയാൽ കാണാം. അത് നോക്കിയാൽ 4G എന്ന് കാണാം. നിങ്ങൾ പേപ്പർ ഞാൻ വിചാരിച്ചു ജോസ് ഭാഷ പത്രം വായിക്കുന്നതാണ് രാവിലെ എഴുന്നേറ്റിരുന്നത്. ഈ സംഭവം പുള്ളി അറിഞ്ഞില്ല. സ്തോത്രം. അപ്പോൾ സയൻസ് പറയുന്നു 2000 കയ്യിലിരിക്കുന്ന 4G 2024 അവരിട്ടിരിക്കുന്നത്. അല്പ ടെക്നിക്കൽ പ്രശ്നം വന്നാൽ 2026 5G ആക്കി തരാം. എന്താണ് 5G എന്ന് കേട്ടോണം. അതാണ് എതിർ ക്രിസ്തു തന്നെ ആരാധിക്കാൻ വെക്കുന്ന നിയമത്തിന് വഴിമരുന്നിടുന്ന സാധനമാണ് 5G. പിശാചിന്റെ ആഗ്രഹം മനുഷ്യർ അവനെ ആരാധിക്കണം. അവൻ ആദ്യം മുതലുള്ള അവൻ്റെ സ്വഭാവമാണ്. അറിയാമല്ലോ, നെബൂഖദ്നേസർ ചക്രവർത്തി 90 അടി പൊക്കത്തിൽ ഒരു വിഗ്രഹത്തെ സ്വർണ്ണക്കൂട്ടിലുണ്ടാക്കി പറഞ്ഞു, അതിനെ വീണ് നമസ്കരിക്കണം, അല്ലാത്തവരെ തീയിലിടും. നമ്മുടെ കർത്താവിൻ്റെ ഒരിക്കൽ പോലും ഇവൻ വന്നിട്ട് ഒരു വാചകം പറഞ്ഞു, വീണ് നമസ്കരിക്കണം. അപ്പോൾ അവൻ്റെ ആഗ്രഹം കണ്ടോ? ലോകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി
ഉയരത്തിലെ ശക്തി ഇന്ന് ഈ ഭൂമിയിലുള്ളത് വേറെ എങ്ങുമില്ല, വീണ്ടും ജനിച്ചവരിൽ മാത്രം. അവർ എടുക്കപ്പെടുമ്പോൾ ഈ ഭൂമി പരിശുദ്ധാത്മ വിമുക്തമാകും. പരിശുദ്ധാത്മാവില്ലാത്ത ഒരു ഭൂമിയാകും. തടസ്സപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് മാറും. അപ്പോൾ എതിർ ക്രിസ്തു വരുമ്പോൾ ഈ ലോകത്തിൽ അവൻ്റെ സകല അധികാരങ്ങളും ആഗ്രഹങ്ങളും നിവർത്തിക്കാൻ പറ്റിയ സമയമാ. അതിന് 5G വേണം. 5G എന്ന് പറയുന്നത് ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ ബ്ലൂ ബ്രെയിൻ. കമ്പ്യൂട്ടറിന് ജീവൻ കിട്ടും. എല്ലാ രാജ്യങ്ങളും തുടങ്ങി. കേരള ഗവൺമെൻറ് കഴിഞ്ഞ അസംബ്ലിയിൽ അതിനൊരു നല്ല തുക പാസ്സാക്കിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊച്ചിയിൽ തുടങ്ങാൻ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന കമ്പ്യൂട്ടറിന് യാതൊരു ജീവനും ഉള്ളതല്ല. നിങ്ങളോ ഞാനോ ആരെങ്കിലും അതിൽ ഫീഡ് ചെയ്തിരിക്കുന്നത് മാത്രം അത് കാണിക്കുന്നു. അല്ല, അത് നിലവിലും കാണിക്കും. അത്രത്തോളം ഉണ്ട്. ഞാനിന്ന് രാത്രിയിൽ പോകാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും അമൃത ട്രെയിനിന്. ഞാൻ എൻ്റെ ആ നമ്പർ പറഞ്ഞ് ഷാജി ബ്രദറെ എന്നെ എടുത്ത് കാണിച്ചു. ഓരോ സെക്കൻഡിലും കാണിക്കുന്നു ഞാൻ പോകാനുള്ള ട്രെയിൻ ഇപ്പോൾ എവിടം വരെ ആയെന്ന് അദ്ദേഹം കാണിച്ചു. 10:30 വരേണ്ട ആ ട്രെയിൻ 10:45 ഒറ്റപ്പാലത്ത് വരുമെന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ സീറ്റ് നമ്പരും ബർത്ത് ബദൽ കാണിച്ചു. അതാണ് 4G. 5G വരുമ്പം കാണിക്കുമ്പം ഇങ്ങോട്ട് പറയും, അച്ചായ റെഡി ആയിക്കോണം, താമസിക്കരുത്, നേരത്തെ വരണം. തീർന്നില്ല. അന്നത്തെ കമ്പ്യൂട്ടർ ചിന്തിക്കും, അന്നത്തെ കമ്പ്യൂട്ടർ തീരുമാനമെടുക്കും, അന്നത്തെ കമ്പ്യൂട്ടർ സംസാരിക്കും, അന്നത്തെ കമ്പ്യൂട്ടർ ചിന്തിക്കും, സ്വയം ചിന്തിക്കും. അടുക്കളയിൽ കൊണ്ട് സഹോദരിമാരുടെ ഭാഷയിൽ ഓൺ ചെയ്ത് കണക്ഷൻ കൊടുത്താൽ സാമ്പാറിന് കഷ്ണമില്ലെങ്കിൽ അത് തീരുമാനിക്കും എന്നതാ കുമ്പളങ്ങ കറി വെക്കാവുന്നു. അന്നത്തെ കമ്പ്യൂട്ടർ സകല പരിപാടികളും തീരുമാനിക്കും. ഓഫീസിൽ കൊണ്ടുവച്ചാൽ ക്ലർക്ക് വേണ്ട, ആ കമ്പ്യൂട്ടർ തീരുമാനിക്കും അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യാം. അന്നത്തെ കമ്പ്യൂട്ടർ ഒറ്റപ്പാലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് രോഗവിവരം ഒരു സ്ലിപ്പ് എഴുതി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, ഇങ്ങോട്ട് അടിച്ചു കിട്ടും ഇന്നിന്ന മരുന്ന് കഴിക്കാൻ. ആരാ? അതിനകത്തിരിക്കുന്ന കമ്പ്യൂട്ടർ ഒരു ഡോക്ടറെ പോലെ പ്രവർത്തിക്കും. ഇതിൻ്റെ പേരാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതെ, 2024-26 പബ്ലിക്കിന് തരാം എന്ന് സയൻസ് പറയുമ്പോൾ 2000 വർഷം മുമ്പേ പരിശുദ്ധാത്മാവ് എന്തെഴുതിയിരിക്കുന്നു നോക്കിക്കുക. അവനെ വീട് നമസ്കരിക്കുന്ന പരിപാടി വെളിപ്പാട് 13:14. വേഗം വായിക്കാം. വെളിപ്പാട് 13:14. മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളൊക്കെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും അടുത്ത വാക്യം വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. അടുത്ത വാക്യം മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. ഇത്ര പച്ച മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ? മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കുമ്പോൾ അതിനെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കാൻ മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവെന്ന ജീവൻ കിട്ടുമെന്ന് സ്ലേറ്റ് പോലും കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലത്ത്, എഴുതുവാൻ പേപ്പർ കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലത്ത് തടി ചതച്ച് അതിനകത്ത് നാരായം പോലുള്ള സൂചി കൊണ്ട് എഴുതി വെച്ച സംഭവമാണ് മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. സംസാരിക്കുന്ന പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കും. അന്നത്തെ കമ്പ്യൂട്ടർ അതിനാ ഇത് മൊബൈൽ അങ്ങോട്ട് തുറന്നാൽ എത്ര പടമാ വരുന്നത് അല്ലേ? മൊബൈല് കുട്ടികൾക്കൊക്കെ ഒരു ഹരമല്ലേ? മൊബൈൽ ഓൺ ചെയ്താൽ ഉടനെ വരുന്നത് അന്ന് അവൻ്റെ രൂപം വരും. വീട്ടിലെ കമ്പ്യൂട്ടറിൽ അവൻ്റെ രൂപം തെളിയും. ഇതിനകത്തിരിക്കുന്നവരാരും കാണുകയില്ല. അതോർത്ത് സ്തോത്രം, ആരും കാണാൻ പാടില്ലേ? സ്തോത്രം. അന്നത്തെ ജനം കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പം, മൊബൈൽ ഓൺ ചെയ്യുമ്പം, TV ഓൺ ചെയ്യുമ്പം വരുന്നൊരു സുന്ദരക്കുട്ടനെ പോലെ ഒരുത്തൻ. അന്നേരം നിയമം വരും, ഇവനെ നമസ്കരിക്കണം. അടുത്തത് നിങ്ങൾ കേട്ടോളും, നമസ്കരിക്കാത്തവരെ കൊല്ലിക്കും.
10 രാജ്യങ്ങളുടെ സംഘടനയെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, യൂറോപ്യൻ യൂണിയൻ. അവർക്ക് ശക്തമായ ഒരു രഹസ്യാന്വേഷണ വിഭാഗമുണ്ട്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും രഹസ്യാന്വേഷണ വിഭാഗമുണ്ട്. ഈ EC എന്ന് പറയുന്ന യൂറോപ്യൻ യൂണിയന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പേരാണ് യൂറോപോൾ. അവർ 2016 ഇന്ത്യ മുതൽ അമേരിക്ക വരെയുള്ള രാജ്യങ്ങൾക്ക് ശക്തമായ ഒരു ഔദ്യോഗിക മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അവർ തന്നത് 2018 ഡിസംബർ, അതായത് കഴിഞ്ഞ ഡിസംബർ മുതൽ മൊബൈലും കമ്പ്യൂട്ടറും ഉപയോഗിക്കുന്നവർ സ്വയം സൂക്ഷിച്ചു കൊള്ളുക. കാരണം അവരുടെ ഭാഷ ഇന്റർനെറ്റ് കൊലപാതകം നടക്കും. അവരുടെ ഭാഷ ഇന്റർനെറ്റ് മർഡർ. ഇന്റർനെറ്റ് കൊലപാതകം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ കൊല്ലാൻ വേറൊരു ഗുണ്ടായോ ഒരു തോക്കോ ഒരായുധമോ വേണ്ട. ഇന്റർനെറ്റ് വഴി വൈറസിനെ കയറ്റിവിടാം. അതാണ് ഇന്റർനെറ്റ് കൊലപാതകം. ഇന്റർനെറ്റ് വഴി വൈറസിനെ കയറ്റിവിട്ടാൽ ആ മൊബൈൽ ആ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ഇഷ്ടമില്ല എങ്കിൽ അത് പൊട്ടിത്തെറിച്ച് ആൾ മരിക്കും. എത്ര കൃത്യമാ! അന്ന് മൊബൈലോ ടിവിയോ ഏത് കമ്പ്യൂട്ടറോ തുറക്കുമ്പോൾ ആദ്യം വരുന്നത് എവന്റെ രൂപം വരും. ഉടനെ നിയമം അടിയിൽ എഴുതി കാണിക്കും, വീണ് നമസ്കരിക്കുക എഴുതി കാണിക്കും, ബോ ആൻഡ് വർഷിപ്പ് ഹിം. ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി കാണിക്കും, വീണ് നമസ്കരിക്കേ. ഇന്ന് തമ്പുരാനെ നമസ്കരിക്കാത്തത് എല്ലാം അവിടെ അടപടലെ വീണ് നമസ്കരിക്കും ഇല്ലേ? വീണ് നമസ്കരിച്ചില്ലെങ്കിൽ ആ സാധനം പൊട്ടിത്തെറിക്കും, ആൾ മരിക്കും. ഇത്ര ശക്തമായി ഈ ലോകത്തിന്റെ സിസ്റ്റം തമ്പുരാൻ മാറ്റാൻ പോവുക. അടുത്തത് ഈ ഭൂമി തമ്പുരാൻ ഇതാ പൊളിക്കാൻ പോവുക. ഞായറാഴ്ച വൈകുന്നേരം ഈ കൺവെൻഷൻ കഴിഞ്ഞാൽ വേവിച്ചായനും ബന്ധപ്പെട്ടവരും കൂടി ഇതെല്ലാം പൊളിച്ച് തിങ്കളാഴ്ച ഇവിടെ വന്ന ഒരു ഉറുമ്പ് പോലും കാണുകയില്ല. ശരിയല്ലേ? കുമ്മനാട് കൺവെൻഷൻ ഞാൻ പോയി, എന്തോ ഒരു തിരക്കായിരുന്നു, ലക്ഷക്കണക്കിന് ആള്. ഞായറാഴ്ച തിരക്ക്. അത് കഴിഞ്ഞ് കൺവെൻഷൻ കഴിഞ്ഞ് ബുധനാഴ്ച ഞാനവിടെ പോയി. ആ ഗ്രൗണ്ടിൽ കയറി. അവിടെ കുറച്ച് കടലാസ് കഷ്ണവും കിടപ്പുണ്ട്, 2-3 പൈപ്പും കിടപ്പുണ്ട്. അവിടെ ഇരുന്നൊരു ഉപയോഗിച്ച കുറച്ച് കടലാസ് കഷ്ണവും കിടപ്പുണ്ട്, ഒരു 6-7 പൈപ്പ് കിടപ്പുണ്ട്, 12 ബാക്കിയെല്ലാം കൊണ്ടുപോയി. ഈ ലോകം തമ്പുരാന്റെ ഏറ്റവും വലിയ കൺവെൻഷന്റെ പേരാ കൃപായുഗം. അതിവിടെ തീരും ഈ തലമുറയിൽ. ഇത് ഒളിക്കാൻ പോവുക. അതിൻ്റെ അടയാളമാ. എന്തെല്ലാം അടയാളങ്ങൾ! ഇതെല്ലാം തകരും. ഇതിനിടയ്ക്ക് പറയട്ടെ, ദൈവം ഭൂമിയെ നോക്കി അത് വിറയ്ക്കുമെന്ന ഒരു പ്രളയം കണ്ടവരാണേ ഒന്ന് കൈപൊക്കിക്കേ. ആരുമില്ല. പ്രളയം കണ്ടവരുണ്ടേ ഒന്ന് കൈപൊക്കിക്കേ. പ്രളയം കണ്ടവരുണ്ട്, ദയവായിട്ടൊന്ന് കൈപൊക്ക. ഞാനൊന്ന് കാണട്ടെ. സ്തോത്രം. പ്രളയം അനുഭവിച്ചവരുണ്ടേ ഒന്ന് കൈപൊക്കിക്കേ. ഇല്ലല്ലോ. ഞങ്ങളുടെ അങ്ങോട്ട് പോവാ, പ്രളയം അനുഭവിച്ചവരെ കാണാം. സൂപ്പർ ഫാസ്റ്റ് ഓടുന്ന റോഡിൽ കൂടെ പോയി 40 പേര് കയറിയ ബോട്ടാ. സൂപ്പർ ഫാസ്റ്റ് ഓടുന്ന റോഡിൽ കൂടെ 40 പേര് കയറിയ ബോട്ട് പോയി. അറിയാമല്ലോ അപകടം. എന്താ കാര്യം? ഇന്നും അതിൻ്റെ കെടുതി തീർന്നോ? കേരള ഗവൺമെന്റിന്റെ കണക്ക് 400 പേര് മരിച്ചെന്താ, അതിൽ കൂടുതലെന്ന് പറയുന്നു. എത്ര നഷ്ടം! പൊട്ടിപ്പൊളിഞ്ഞ റോഡ്, തകർന്ന വീട്, പല വീടുകൾ ഇരുന്നില്ലേ? എന്താ കാര്യം? കാരണം നമുക്ക് പലതും പറയാൻ കാണും. ഷട്ടർ തുറന്നില്ല, ഷട്ടർ താത്തില്ല അല്ലേ? ഷട്ടർ താത്തു, ഷട്ടർ പൊക്കി, അണക്കെട്ട് ശല്യം ഉണ്ടാക്കി, നദി കവിഞ്ഞൊഴുകി, ഭാരതപ്പുഴ കവിഞ്ഞു, പെരിയാർ കവിഞ്ഞു. ഇതൊക്കെ സത്യമാ? അതേ ഉള്ളോ കാര്യം? ഷട്ടർ പൊക്കിയതേ ഉള്ളോ? ഷട്ടർ താത്തിട്ടാണോ? ഭാരതപ്പുഴ ഉയർന്നത് കൊണ്ടാണോ? രണ്ട് എയർപോർട്ടിൽ നിന്ന് പോകുമ്പം അവിടെ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ പേരാ ആദാമിൻ്റെ ചായക്കട. ഞാനൊരു ടീ കുടിക്കാൻ അവിടെ കയറിയായിരുന്നു ഒരു പ്രാവശ്യം എയർപോർട്ടിൽ നിന്ന് പോയപ്പോൾ. അവിടെ ഭിത്തിയിൽ ഒരു 7 അടി മേളിൽ എഴുതി വെച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് ഇവിടം വരെ വെള്ളം വന്നു. എന്നാൽ ആ ഹോട്ടലിലെ ആ നിലയിൽ 7 അടി വെള്ളം വന്നെന്ന് എഴുതി വെച്ചിരിക്കുക. ഇതെല്ലാം തകർന്നത് പെരിയാർ പൊങ്ങിയതുകൊണ്ട് മാത്രമാണോ? ഷട്ടർ താത്തിട്ടാണോ? പല ആരോപണങ്ങളും വരും. അതൊക്കെ ഒരു കാര്യം ശരി കാണും. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, എത്ര ഷട്ടറുണ്ട് പൊക്കാൻ കൂവറ്റിൽ? മണൽക്കാട്ടി 27 പേര് മരിച്ചു, വെള്ളം പൊങ്ങി. കഴിഞ്ഞ മാസത്തിൽ അറിഞ്ഞോ? മന്ത്രി രാജിവെച്ചു. എത്ര ഷട്ടറുണ്ട് പൊക്കാൻ സൗദി അറേബ്യ? ആ മണൽക്കാട്ടിൽ 32 പേര് മരിച്ചു, 2 പ്രളയം. എന്നാ കാര്യം? ലോകത്തിലെ സമ്പന്ന രാജ്യമല്ലേ അമേരിക്ക? എൻ്റെ പ്രഭാഷണം കേൾക്കുന്നവർ കേൾക്കുന്നില്ലേ? നിങ്ങളുടെ 4ാമത്തെ പട്ടണമല്ലേ ഹൂസ്റ്റൺ? അവിടെ എന്താ സംഭവിച്ചത്? 2016 അടിച്ചില്ലേ നവംബറിൽ? സമ്പന്നർ 10,000 കണക്കിന് കാറുകൾ ഒഴുകിപ്പോയില്ലേ?
എന്നെ അവിടെ ഷട്ടർ ഉണ്ടായിട്ടാണോ, നദി പൊങ്ങിയിട്ടാണോ, അവിടുത്തെ ഗവൺമെന്റിന്റെ മുന്നറിയിപ്പ് സ്വീകരിക്കാൻ സാധിക്കാഞ്ഞിട്ടാണോ? 10,000-കണക്കിന് വീടുകൾ വെള്ളത്തിനടിയിലായില്ലേ? 100-കണക്കിന് ഷർട്ടും പാൻറ്റും ഉള്ള സഹോദരന്മാരും 1000-കണക്കിന് വേസ്റ്റുള്ള സഹോദരിമാരും റെഡ് ക്രോസിന്റെ മുമ്പിൽ ഒരു ടീഷർട്ടിന് വേണ്ടി നിൽക്കുന്നത് ഞാൻ കണ്ടു. എത്ര 1000 കാറുകൾ ഒഴുകിപ്പോയി. ഷട്ടർ പൊക്കിയതാണോ, ഷട്ടർ താത്താണോ? ഇന്തോനേഷ്യയിൽ എയർപോർട്ട് അടച്ചിട്ട് നമ്മുടെ ഇന്ത്യ കൊടുത്തുവിട്ട് വെള്ളം ഇറക്കാൻ സ്ഥലമില്ലാതെ വെള്ളം കയറി പൊങ്ങിയില്ലേ? ഷട്ടർ പൊക്കിയതാണോ? മന്ത്രി വിദേശത്തിന് പോയതാണോ? അതൊക്കെ ചെറിയ കാര്യങ്ങൾ. എന്താ കാര്യം? തെക്കൻ ആഫ്രിക്ക മുഴുവൻ വന്നില്ലേ? എന്താണ് ഇതിൻ്റെ സംഭവം? അതെ, ഇതിൻ്റെ പുറയിൽ വേറെ ചില മർമ്മങ്ങളുണ്ട്. ആരാണ് ആദ്യം ദൈവത്തെ സ്തുതിച്ചത്? ആദാവുമല്ല, ഹവ്വായുമല്ല. ആദാവും ഹവ്വായും ദൈവത്തെ സ്തുതിക്കുന്നതിന് മുമ്പേ വേദപുസ്തകം പറയുന്നു, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രസ്താവിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പിന്നെ നമ്മൾ കൈയടിച്ച് പാട്ട് പാടും അല്ലേ? ദൈവദാസന്മാർ നമ്മൾ കൈയടിച്ച് പാടും. ഇവിടെ വേദപുസ്തക ഭാഷ പ്രവാഹങ്ങൾ കൈകൊട്ടട്ടെ, തിരമാലകൾ ഇങ്ങനെ ഉയരുമ്പം പാട്ടുകാർ പാടും, അലകൾ കടലിൽ അടിച്ചെന്നാൽ. പക്ഷെ സംഭവം അത് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുക. പർവ്വതങ്ങൾ ദൈവത്തെ സ്തുതിക്കും, കുന്നുകൾ ദൈവത്തെ സ്തുതിക്കും, സകലതും ദൈവത്തെ സ്തുതിക്കും. മലയാളത്തിലല്ല, സംസ്കൃതത്തിലല്ല, ഇംഗ്ലീഷില്ല. അതിന് തമ്പുരാൻ കൊടുത്തൊരു സ്പന്ദനമുണ്ട്. ആ സ്പന്ദനത്തിൽ സകല സൃഷ്ടികളും ദൈവത്തെ സ്തുതിക്കും. എങ്കിൽ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 20-ാം വാക്യം ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 20-ാം വാക്യം. പിന്നെ യഹോവ സോദോമിന്റെയും ഗോമോരയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവും ആകുന്നു. അടുത്ത വാക്യം ഒന്ന് കേട്ടോണം. ഞാൻ ചെന്ന് എന്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി. യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയുക, അബ്രഹാമേ, സോദോമിന്റെ ഗോമോറയുടെയും നിലവിളി വലുത്. എൻ്റെ അടുക്കൽ ഒരു നിലവിളി വന്നു. അത് സത്യമാണോ എന്ന് എനിക്കൊന്ന് അറിയണം. ചെല്ലും. ആര് നിലവിളിച്ചു? അതേ അധ്യായത്തിൽ കാണാം, സോദോം നിവാസികൾ മഹാദുഷ്ടന്മാർ. അപ്പോൾ അവർ സ്തുതിച്ചിട്ടില്ല, നിലവിളിച്ചിട്ടില്ല. ദൈവത്തെ അറിയാവുന്ന ഒരുത്തനുണ്ട്, ലോത്ത്. അദ്ദേഹം പ്രാർത്ഥിച്ചായിട്ട് വാക്യമില്ല. അദ്ദേഹം പട്ടണത്തിൻ്റെ വാതിക്കൽ ഇരിക്കുക, എവിടുന്നെങ്കിലും വിടുതൽ കിട്ടുവോട് രക്ഷപ്പെടാൻ. അപ്പോൾ ആര് നിലവിളിച്ചു? സോദോം നിവാസികൾ ദുഷ്ടന്മാർ. അവിടുത്തെ പാപം എന്നതാ? ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി സ്വവർഗഭോഗം നടത്തിയ പാപം. നിർഭാഗ്യവശാൽ അത് നിയമമായിട്ടുള്ള 24-ാമത്തെ രാജ്യമായി ഇന്ത്യ. സ്വവർഗഭോഗം, പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ ലൈംഗിക ബന്ധം പുലർത്തിയ ഹീനമായ പാപമാണ് സോദോമ്യ പാപം. അതപ്പോൾ ആര് നിലവിളിച്ചു? എൻ്റെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. ചവിട്ടി നിൽക്കുന്ന കല്ലും മണ്ണും ഉണ്ടല്ലോ, അതിന് ജീവനുണ്ട്. വേറെ ഭാഷയാ. സയൻസ് പറയുന്നത് ഭൂമിക്ക് ജീവനുണ്ട്. അതിന് പറയുന്ന പേരാണ് ന്യൂസ്ഫിയർ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിലവിളിക്കും. നിങ്ങൾ മിണ്ടാതിരുന്നാൽ കല്ല് നിലവിളിക്കും. ഹബക്കൂക്ക് പറയുന്നു, ചുവരിൽ നിന്നും കല്ല് നിലവിളിക്കും. എൻ്റെ കയ്യിലിരിക്കുന്ന മൈക്രോഫോൺ എൻ്റെ ശബ്ദം കേൾപ്പിക്കുന്നെങ്കിൽ വേണ്ട, ആ എടുക്കുന്ന വീഡിയോ പടമെടുത്ത് ലോകത്തിൽ അറിയിക്കുന്ന ആ സാധനം സ്വർഗത്തിൽ നിന്നൊന്നും കൊണ്ടുവന്നതല്ല. അതെ, ഈ ഭൂമിയിലെ ലവണങ്ങൾ ശാസ്ത്രജ്ഞന്മാർ കൾച്ചർ ചെയ്തപ്പോൾ എൻ്റെ പടം പിടിച്ച് ലോകത്തിൽ കാണിക്കുന്ന പരിപാടി നശിക്കുന്ന മനുഷ്യനറിയാമെങ്കിൽ സർവശക്തനായ ദൈവത്തിന് തൻ്റെ സൃഷ്ടിയുടെ സ്പന്ദനം തിരിച്ചറിയാൻ സാധ്യതയുണ്ട്. ക്രൈസ്തവരോട് മാത്രം ഞാൻ പറയാം, ക്രൈസ്തവ നേതൃത്വം തെറ്റ് ചെയ്താൽ, ഞങ്ങൾ തെറ്റ് ചെയ്താൽ, ഏതെങ്കിലും ക്രൈസ്തവ നേതൃത്വം തെറ്റ് ചെയ്താൽ ആടി ശരിക്ക് ഞങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അറിയത്തില്ല, ആടി ശരിക്കായിരിക്കും. നിങ്ങൾക്ക് പക്ഷേ ഞങ്ങളെ അടിക്കാൻ അവകാശം തന്നിട്ടില്ല തമ്പുരാൻ. നിങ്ങൾക്ക് വേണേൽ നിങ്ങളുടെ വിയോജിപ്പി പറയാം. ഞങ്ങൾക്കെതിരായി അണിനിരന്നാൽ കേട്ടുകൊള്ളുക, അപകടമാ. വേദപുസ്തകമാണ് ഞാൻ പറയുന്നത്. വേദപുസ്തകത്തിൽ കർത്താവായ യേശു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാ? പത്രോസ് അല്ല, പൗലോസ്ലീഹ അല്ല. യേശു തമ്പുരാൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തിയാണ് ദൈവപുരുഷനായ മോശ. തേജോമയനായ ദൈവത്തിൻ്റെ അടുക്കൽ 40 രാത്രി 40 പകൽ നിന്നിട്ട് മരിച്ചില്ലെന്ന് മാത്രമല്ല, മുഖം തേജസ്സായി. ആ അദ്ദേഹത്തിന് ദൈവം തമ്പുരാൻ കൊടുത്ത പ്രാധാന്യം ഒരൊറ്റ ശവം അടക്കാനേ സാക്ഷാൽ മെത്രാച്ചൻ വന്നുള്ളൂ.
യഹോവയായ ദൈവം ഈ ഭൂമിയിൽ ഇറങ്ങിയത് ഒറ്റ ശവമടക്കാൻ. തൻ്റെ പുത്രൻ മരിച്ചിട്ട് പിതാവ് വന്നില്ല. എൻ്റെ പാപത്തിന് വേണ്ടി, നിങ്ങളുടെ പാപത്തിന് വേണ്ടി എൻ്റെ ദൈവമേ എന്ന് നിലവിളിച്ച് യേശു തമ്പുരാൻ പ്രാണനെ വിട്ടിട്ട് ദൈവം ഇറങ്ങി വന്നില്ല. എന്നാൽ ഈ മോശ മരിച്ചപ്പോൾ ആവർത്തനം 34:6 കാണാം. പ്രൈസ് ദി ലോർഡ്. അത് എടുത്തു പറഞ്ഞ ഒരാഴ്ച എടുക്കും. അതുകൊണ്ട് ഞാൻ ബാക്കി അങ്ങ് പറയുക. അവനെ അടക്കി. യഹോവയായ ദൈവം ഇറങ്ങി വന്ന് ശവം അടക്കിയതാ മോശ. അത്ര പ്രഗത്ഭൻ ഇല്ലേ? പക്ഷെങ്കിൽ പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു സീൻ മരുഭൂമിയിൽ. ജനത്തിന്റെ ബഹളം നിമിത്തം പുള്ളിക്ക് ടെൻഷനായി. മനുഷ്യനെ പോലുള്ളേ പുള്ളി വെപ്രാളം പിടിച്ച ഒറ്റ അടിയടിച്ചു. പാറക്കിട്ടില്ലേ, പാറയിട്ട് കൽപ്പിക്കാൻ പറഞ്ഞത് അടിച്ചു. പാറയിൽ നിന്ന് വെള്ളമെല്ലാം വന്ന് ഇഷ്ടം പോലെ കുടിച്ചു. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, നീ വാഗ്ദത്ത നാട് കാണും, കയറത്തില്ല. സ്തോത്രം. നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു തെറ്റ് ചെയ്താൽ വിടത്തില്ല തമ്പുരാൻ. അഹരോൻ ആദ്യമേ കുപ്പായത്തിന് അളവ് വെച്ച തമ്പുരാനാ, നിന്റെ കുപ്പായത്തിന് ഇത്ര ഇഞ്ച് ഇറക്കം, ഇത്ര ഇഞ്ച് വണ്ണം, നിന്റെ കുപ്പായത്തിൻ്റെ അടിയിൽ ഇന്ന വിളുമ്പ് എന്ന് തമ്പുരാനാ പറഞ്ഞത്. ആ അഹരോനോട് പറഞ്ഞു, നിനക്ക് കുപ്പായം ഞാൻ തന്നെങ്കിലും നീയെ ഒരു ചതിവ് പണി കാണിച്ചു. എനിക്ക് പകരം നീ വേറൊന്നിനെ തോളെ വെച്ചു. തോളെ പലതിനെയും വെച്ചുകൊണ്ട് നടക്കുന്ന സകലത്തെയും തമ്പുരാൻ പിടിക്കാണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പകരം നീ വേറൊന്നിനെ തോളെ വെച്ചില്ലേ, എങ്കിൽ നീയും കയറത്തില്ല. എങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം വാക്യം വായിക്കണം. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു. കർത്താവ് പറഞ്ഞു, പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും. ക്രൈസ്തവ സഭയ്ക്ക് ബാധകമാത് ആത്മീയർക്ക. പലരും ഇടറി അന്യോന്യം ഏൽപ്പിക്കും. അതിനോട് അന്ത്യകാല സമയമാ, അത് സംഭവമാ. അടുത്തത് ലൂക്കോസ് 21 പറയുന്നു, ശവം ഉള്ളിടത്ത് കഴിക്കൾ കൂടും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിക്കും. ഞാൻ വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യം പുറകെ വരാൻ പോവുക. ഇതൊന്ന് പറഞ്ഞു തീർത്തിട്ട് വേണം. ശവം ഉള്ളിടത്ത് കഴിക്കൾ കൂടും. എന്താ കാര്യം എന്നറിയാവോ? ലോകത്തിൽ ശവം അടക്കിയില്ല എങ്കിൽ കഴുക്കൽ കൊത്തി തിന്നും. ക്രൂശിക്കപ്പെടുന്നവരുടെ ശവം കഴുക്കന്മാരാണ് കൊത്തി തിന്നുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഇന്ത്യയിൽ മുംബൈയിലും നിങ്ങൾ ബാംഗ്ലൂരിൽ ചെന്നാൽ ഒരു പ്രത്യേക വിഭാഗക്കാരുണ്ട്. അവർ മരിച്ചാൽ ശവം അടക്കത്തില്ല. അവരുടെ കെട്ടിടത്തിൻ്റെ മുകളിൽ കൊണ്ടുവെക്കും. അവിടെ ധാരാളം വൃക്ഷങ്ങളുണ്ട്. അവിടെ കഴുകന്മാർ തമ്പടിച്ചിരിക്കുക. ആ കഴുകന്മാർ വന്നത് കൊത്തി തിന്നും. ഇന്നും നടക്കുന്നു. അപ്പോൾ ശവമുള്ളിടത്ത് കഴുക്കൽ കൂടുന്നു. കർത്താവ് പറഞ്ഞത് വേദപുസ്തക ഭാഷ. ശവം എന്ന് പറഞ്ഞാൽ ആത്മീയത്തിൽ മരിച്ചവൻ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവൻ. അവൻ അങ്ങനെ കിടക്കുമ്പോൾ കഴുക്കൾ കൂടും. എന്തിനാ? അത് പടമെടുത്ത് ലോകത്തെ മുഴുവൻ കാണിക്കാൻ. ക്രൈസ്തവ സഭകളിൽ ഹല്ലേലൂയ പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുത്ത ദുഃഖ സംഭവം ക്രൈസ്തവ ലോകം തല താഴ്ത്തി പിടിച്ച് നിന്ന് കണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നേതാക്കന്മാർ തെറ്റ് ചെയ്താൽ അടിക്കുന്നത് സ്വർഗമാ. അതിനെതിരെ ബഹളം വെക്കാനും രാഷ്ട്രീയക്കാരെ പോലെ സമരം ചെയ്യാനും ഇറങ്ങിയാൽ സ്വർഗം ഭൂമിയെ നോക്കും. അതൊന്ന് വിറച്ചാൽ അപകടമുണ്ടാകും. എങ്ങനെ ഈ വെള്ളം വന്നു? മഴവെള്ളമാണോ? നമുക്കത് നോക്കാം. വെള്ളം എവിടുന്ന് വന്നു? ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിക്കാം. വേഗം വായിക്കണം. ഞാൻ മാക്സിമം വാക്യങ്ങൾ വായിക്കും. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ. വെള്ളങ്ങളുടെ മധ്യ വേദപുസ്തകം എന്തു പറയുന്നു? സയൻസ് എന്ത് പറയുന്നു? വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ. ഒരു വിധാനം ഉണ്ടാകട്ടെ. അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവാകട്ടെ എന്ന് കൽപ്പിച്ചു. നോക്കിക്കേ, ദൈവം പറയാ വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം. അടുത്ത വാക്യം വായിച്ച ദൈവദാസനെ. വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിൽ മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. വെള്ളം നോക്കിക്കേ, വെള്ളം രണ്ടാക്കി. വിധാനത്തിന്റെ മേലെ ഒരു വെള്ളം, വിധാനത്തിന്റെ താഴെ ഒരു വെള്ളം. വിധാനത്തിന്റെ താഴെയുള്ള വെള്ളത്തിന്റെ പേരാ സമുദ്രം. 36 കോടി ചതുരശ്ര കിലോമീറ്റർ വെള്ളം. അത് നീരാവിയായി നമുക്ക് മഴ. അപ്പം വിധാനത്തിന്റെ താഴെ വെള്ളം. ഇനിയും വിധാനത്തിന്റെ മേളി വെള്ളമുണ്ടെന്ന്. വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. അപ്പോൾ ആകാശത്തിന് മേളി വെള്ളമുണ്ട്. ഇത് വേദപുസ്തകം. അത് ബൈബിളിൽ വിശ്വസിക്കുന്നവരെ വിശ്വസിക്കത്തുള്ളൂ. ഇനി സയൻസ് എന്തു പറയുന്നു? അവർ പറയുന്നത് കേട്ടുകൊള്ളുക. ഈ 36 കോടി ചതുരശ്ര കിലോമീറ്റർ വെള്ളം ഈ ഭൂമിയിലുണ്ട്. ഇതെങ്ങനെയുണ്ടായി? അവരന്വേഷിച്ചു. വെള്ളം കുട്ടികളുടെ ഭാഷ 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ.
അത് രണ്ടും കൂടെ ഘടിപ്പിച്ചാൽ വെള്ളം ഉണ്ടാകുമോ? ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നേ ഒരു ഗവൺമെൻറ്റിനും കുടിവെള്ളക്ഷാമമില്ലല്ലോ. സകല മലയിലും ഒരു സയൻറ്റിസ്റ്റിനെ കൊണ്ടുവച്ച് 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും മുട്ടിച്ചാൽ വെള്ളം വരികയല്ലേ? അല്ല. ശാസ്ത്രം കണ്ടുപിടിച്ചു ഈ ഭൂമിയിൽ 6.5 കോടി വർഷം മുമ്പ് ഒറ്റത്തുള്ളി വെള്ളം അതിനു മുമ്പില്ല. ഈ വെള്ളം എങ്ങനെ വന്നു അവർ കണ്ടുപിടിച്ചു. ആകാശത്തിൻ്റെ അപ്പുറത്തെ, ശൂന്യാകാശത്തിൻ്റെ അപ്പുറത്തെ മറ്റൊരു മേഖലയിൽ അനേകം വാൽനക്ഷത്രങ്ങൾ ഇന്നുമുണ്ട്. ആ വാൽനക്ഷത്രങ്ങളിൽ ഏതാനും എണ്ണം ഒരേ സമയം പറന്നിങ്ങോട്ട് വന്നു. ആകാശത്തിൻ്റെ അപ്പുറത്തു നിന്നും വാൽനക്ഷത്രങ്ങൾ, സയൻസ് പറയുന്നതാ, പറന്നിങ്ങോട്ട് വന്ന് സൗരയൂഥത്തിൽ വന്നപ്പോൾ വേറെ 7 ഗ്രഹങ്ങളിലേക്ക് പോകാതെ ആരോ സ്റ്റിയറിംഗ് പിടിച്ചതുപോലെ അതൊന്നിച്ച് ഈ ഭൂമിയിൽ വന്ന് വീണു പൊട്ടിത്തെറിച്ചു, കൂമ്പുകുത്തി പൊട്ടിത്തെറിച്ചു. അതാണ് ഈ വെള്ളം. ഈ ലോകത്തിലെ മുഴുവൻ വെള്ളവും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ആകാശത്തിൻ്റെ അപ്പുറത്തു നിന്നും വന്ന വാൽനക്ഷത്രങ്ങൾ ഒന്നിച്ച് കൂമ്പുകുത്തി ഇവിടെ പൊട്ടിത്തെറിച്ച് വെള്ളമായെന്ന് സയൻസ് പറയുമ്പോൾ തിരുവചനം പറയുന്നു ആകാശത്തിൻ്റെ അപ്പുറത്ത് വെള്ളമുണ്ട്. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ഒരിക്കൽ പാപം വർദ്ധിച്ചപ്പോൾ, ലൂക്കോസിന്റെ ഉൽപ്പത്തി പുസ്തകം 7:11 വായിക്കാം. ഉൽപ്പത്തി 7:11. നോഹയുടെ ആയുസ്സിന്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകൾ ഒക്കെയും പിളർന്നു. സമുദ്രത്തിന്റെ അടുത്ത കേട്ടോണം, ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു ആകാശത്തിന്റെ അപ്പുറത്ത് വെള്ളം, ആകാശത്തിന്റെ കിളിവാതിൽ തമ്പുരാൻ. അതാ യഥാർത്ഥത്തിൽ ഷട്ടർ തുറന്നത് ഇലക്ട്രിസിറ്റി ബോർഡ് അല്ല, യഹോവയായ ദൈവം ഷട്ടർ ഒന്ന് തുറന്നു. ഈ കേരളത്തിൽ മാത്രമല്ല, അമേരിക്ക തുറന്നു, ദുബൈയിൽ തുറന്നു, കുവൈറ്റിൽ തുറന്നു, സൗദി അറേബ്യ തുറന്നു, തെക്കൻ അമേരിക്ക തുറന്നു, ഇന്തോനേഷ്യ തുറന്നു, ജപ്പാനിൽ തുറന്നു. ഷട്ടർ തുറന്നത് KC ബോർഡൊന്നുമല്ല, ഷട്ടർ തുറന്നത് യഹോവയായ ദൈവം. ആകാശത്തിലെ ഷട്ടർ തുറന്നു. കാരണം ഭൂമിയിൽ ചവിട്ടി നിൽക്കുന്ന മനുഷ്യൻ അഴിമതിയും അക്രമവും അഹങ്കാരവും കാട്ടിക്കൂട്ടി ഏറ്റവും ഹീനത ചെയ്തപ്പോൾ കല്ലും മണ്ണും പറഞ്ഞു, തമ്പുരാനെ ഇവനെ ഒന്നും വഹിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവകോപം. അല്ല കേരളത്തിൽ മാത്രമായേനെ, ഷട്ടറായിരുന്നേ കേരളത്തിൽ മാത്രം. ഇതൊരു വലിയ മുന്നറിയിപ്പാ. കാരണം യോവേൽ പ്രവചനം 2-ാം അധ്യായം 30-ാം വാക്യം നിവർത്തിക്കാൻ പോവുക. വേഗം വായിക്കാം. യോവേൽ പ്രവചനം 2-ാം അധ്യായം 30-ാം വാക്യം. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. രക്തവും തീയും പുകത്തൂണും തന്നെ. അടുത്ത വാക്യം, യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. ചേർത്ത് പഠിച്ച കാണാം. വെളിപ്പാട് 6:12 പറയുന്നു, കുഞ്ഞാട് 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സൂര്യൻ കരിമ്പടം പോലെ കറക്കും. അപ്പോൾ യോവേൽ 2600 വർഷം മുമ്പ് പറഞ്ഞു, അതിനൊന്നും ഞാൻ അടയാളം കാണിക്കും, രക്തവും തീയും പുകത്തൂണും. ഇത് ബൈബിൾ. ശാസ്ത്രം പറയുന്നു ആകാശത്തിൽ ചുവപ്പ് നിറം പലയിടത്തും കാണാൻ തുടങ്ങി. ആകാശത്തിൽ പുകത്തൂണുകൾ ദൃശ്യമാകുന്നു. ആകാശത്തിൽ രക്തം പോലെ ചുമക്കുന്നു. അങ്ങനെ ചുമന്നാൽ അതിൻ്റെ അർത്ഥം ശക്തമായ ഭൂമി കുലുക്കമുണ്ടാകും. കർത്താവിനെ ജനിക്കുന്നതിന് മുമ്പുള്ള കാലം മുതലുള്ള സയൻസ് റിസർച്ച് ചെയ്തു. നോഹയുടെ കാലത്തെ സംഭവം പഠിച്ചു. അത് ക്രൈസ്തവ മതവിശ്വാസികളല്ല, ശാസ്ത്രലോകം പഠിച്ചു പറയുന്നു. നോഹയുടെ കാലത്തെ അതിശക്തമായ വെള്ളം പൊങ്ങുന്നതിന് മുൻപേ ക്രേത്ത ദ്വീപിൽ അതിശക്തമായ പുകയും തീയും അഗ്നിപർവ്വത സ്ഫോടനവും ആകാശത്തിൽ അടയാളവും ഉണ്ടായി. ഇപ്പോഴത്തെ ആധുനിക സയൻസ്, ജിയോളജിക്കൽ സയൻസ് പറയുന്നു ഭൂമിക്കകത്ത് അതിശക്തമായ ഭൂകമ്പം വരുന്നതിന് മുൻപേ ആകാശത്തിൽ പുക പോലെ കാണാൻ തുടങ്ങും, ആകാശത്തിൽ തീ പോലെ കാണാൻ തുടങ്ങും. നിങ്ങൾ നോക്കിക്കേ, ഞാനും നിങ്ങൾ നിൽക്കുന്ന ഭൂമി ദിശ മാറിക്കഴിഞ്ഞു. നാളെ രാവിലെ നേരം വിളക്കുമ്പോൾ വാച്ചൊന്ന് നോക്കണം, സമയം എത്രയായി. ടൈം ഇവിടെ മാറി. ഈ ഭൂമിയുടെ ഗ്യാരണ്ടി തീർന്നു. കാരണം ആദ്യത്തെ സുനാമി 2004 ഡിസംബർ 26 അടിച്ചതിൻ്റെ റിയാക്ഷൻ ഈ ഭൂമിയുടെ ഘടന 2.5 ഡിഗ്രി ഉത്തര ധ്രുവം മാറിപ്പോയി.
ഈ ഭൂമിയുടെ സമയം അന്ന് മുതൽ 3 മൈക്രോ സെക്കൻഡ് കുറഞ്ഞു. 24 മണിക്കൂർ എന്ന് ശാസ്ത്രം പറയുന്ന, നമ്മൾ പറയുന്ന ടൈം 3 മൈക്രോ സെക്കൻഡ് കുറഞ്ഞു. ഈ ഭൂമി യെശയ്യാവ് 13:13 നിവർത്തിച്ചത് കണ്ടുകൊണ്ടിരിക്കുന്ന തലമുറയോട് ഞാൻ പ്രസംഗിക്കുന്ന വായിക്കാം. യെശയ്യാവ് 13:13. അങ്ങനെ ഞാൻ ആകാശത്തെ നടുങ്ങുമാറാക്കും. അടുത്ത വാക്യം ശ്രദ്ധിച്ചോണം. സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും അവന്റെ ഉഗ്ര കോപത്തിന്റെ നാളിലും ഭൂമി അതിന്റെ സ്ഥാനത്തു നിന്ന് ഇളകിപ്പോകും. ഇത് കണ്ടു സയൻസ്. ഉത്തരധ്രുവൻ 2.5 ഡിഗ്രി മാറിപ്പോയി, ഭൂമിയുടെ കാലാവസ്ഥ മാറി, അതിന്റെ ഭയങ്കര പരിണതഫലം. എൻ്റെ ടൈം തീരുക, ഞാൻ 2 മിനിറ്റ് പറയാം. സോളാർ ഫ്ലയർ എന്ന് പറയുന്ന ഭയങ്കര സംഭവം, സൂര്യനിൽ അടയാളം, അത് ഭൂമിയിലേക്ക് മാത്രമല്ല അടിക്കുന്നത്. നമ്മുടെ ഈ സൗരയൂഥത്തിൽ 2 ഗ്രഹങ്ങൾക്കിടയിൽ അതിവിശാലമായൊരു പ്രദേശമുണ്ട്. കോടിക്കണക്കിനെന്ന് പോലും പറയാൻ മേല അതിനപ്പുറത്തുള്ള സ്ഥലങ്ങൾ. ബുധനും ശുക്രനും, അഥവാ ശുക്രനും ഭൂമിക്കും ഇടയിൽ, വ്യാഴനും ശനിക്കും ഇടയിൽ, ചൊവ്വായ്ക്കും വ്യാഴനും ഇടയിൽ സൗരയൂഥത്തിൽ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ പേരാണ് ഇന്റർ പ്ലാനറ്ററി ഗ്രാവിറ്റേഷണൽ സോൺ. ശ്രദ്ധിച്ച് കേൾക്കണമേ. അവിടെ ഒരു പ്രത്യേക മേഖല, അവിടെ കാന്തിക ശക്തി ഉണ്ടെന്ന്. അതും സയൻസിന് അതിശയം. ഭൂമിക്കൊരു കാന്തശക്തി ഉണ്ട്. നിങ്ങൾ ഈ മണ്ണിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഈ കസേരയിൽ ഇരിക്കുന്നത്, ഞാൻ ഇവിടെ നിൽക്കുന്നത്, എല്ലാവർക്കും അറിയാം ഭൂമിയുടെ കാന്തിക ശക്തി, മാഗ്നറ്റിക്കൽ പവർ. കാരണം ഇതിനടിയിൽ 6000 ഡിഗ്രിയിൽ ഒരു ചൂള കത്തി കറക്കുന്നു. അതുകൊണ്ട് എന്നാൽ ഈ പറഞ്ഞ സ്ഥലം വെറും പ്രപഞ്ചം പോലെ കിടക്കുന്ന ശൂന്യാകാശം. അവിടെ കത്താനൊന്നുമില്ല. വ്യാഴന്റെയും ശനിയുടെ ഇടയിൽ, ചൊവ്വായുടെയും ബുധന്റെ ഇടയിൽ കിടക്കുന്ന കോടിക്കണക്കിന് സ്ഥലം ശൂന്യം. അവിടെ ഏതാ ശക്തി? അത് സയൻസിന് അറിയാൻ മേല. ദൈവദാസന്മാരുടെ വരെ അവര് പറയും, ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു, നീ ആകാശത്തിൽ നിന്റെ തേജസ് വച്ചിരിക്കുന്നു. ശാസ്ത്രം ഭയപ്പെടുന്നു. സൂര്യൻ നടിക്കുന്ന സോളാർ ഫ്ലയർ, സൗരവാദം ഈ പറഞ്ഞ പ്രദേശത്ത് നിന്ന് അടിച്ചു കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കാന്തിക തരംഗങ്ങൾ വല്ലാണ്ട് വഴിതെറ്റി ഭൂമിയുടെ അടിയിൽ വന്നു കഴിഞ്ഞു. ഈ ഭൂമിയുടെ അടിയിൽ സംഭവിക്കാൻ പോകുന്നത് എല്ലാം ഞാൻ പറയുന്നില്ല. 2 കാര്യം പറയാം. ഈ ഭൂമി മുഴുവൻ കിടുകിടയൊന്ന് കിടുങ്ങും. അതിശക്തമായാൽ 7 ഭൂഖണ്ഡങ്ങളും ഒരുപോലെ ഒന്ന് ഒലയും. ഇവിടുത്തെ നിർമ്മാണങ്ങൾ മുഴുവൻ താഴെ വരും. അതിന് ഈ പറയുന്ന കാന്തിക ശക്തി ഭൂമിയുടെ അടിയിലോട്ട് ചെന്ന് കയറിയാൽ ഭൂമിക്കത് ഉൾക്കൊള്ളാൻ മേലാതെ ശക്തമായിട്ട് ഒലയൊന്ന് വരുമ്പോൾ വേദപുസ്തകം പറയുന്നു, വായിക്കാം. യെശയ്യാവ് 24:19. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവ് 24:19. ഭൂമി പൊടുപടെ പൊട്ടുന്നു. ഭൂമി ഒരു സയൻസും ഇല്ലാത്ത കാലത്ത് ആത്മാവിന്റെ കണ്ണാടിക്ക് മങ്ങലില്ലൊന്നും. അന്ന് ദൈവദാസൻ എഴുതി, ഭൂമി പൊടുപടെ പൊട്ടുന്നു, ഭൂമി കിറുകിറെ കീറുന്നു, ഭൂമി കിറുകിറെ കീറുന്നു, ഭൂമി കിടുകിട കിടുങ്ങുന്നു, ഭൂമി കിടുകിട കിടുങ്ങുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽമാടം പോലെ ആടുന്നു, കാവൽമാടം പോലെ ആടുന്നു. അതിന്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു. അതിർത്തിയല്ല, ചവിട്ടി നിൽക്കുന്നവന്റെ അകൃത്യം ഭാരമാകുമ്പോൾ, കല്ലും മണ്ണും നിലവിളിക്കുമ്പോൾ, സൂര്യൻ നോക്കിക്കേ, ഇതിന്റെ ഭൂമിയുടെ നിയന്ത്രണത്തിന്റെ സ്വിച്ച് ഇരിക്കുന്നത്, നമ്മുടെ ഭാഷയിൽ റിമോട്ട് ഇരിക്കുന്നത് സൂര്യനില. അവിടെ സോളാർ ഫ്ലയർ അടിക്കും. സൗരവാദം ശൂന്യമായി കിടക്കുന്ന ഇന്റർ പ്ലാനറ്ററി സോണിൽ ചെന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് തരംഗങ്ങൾ, മറ്റൊരു ആകർഷണ ശക്തി ഭൂമിയുടെ അടിയിൽ ചെല്ലുമ്പോൾ ഇതിനകം മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുമെന്ന് സയൻസ് പറയുമ്പോൾ വേദപുസ്തകം പറയുന്നു, 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. അല്പം കൂടെ മുന്നോട്ട് പോയാൽ പറയുക, ഇനി ഇങ്ങനെ പോയാൽ തെക്കും വടക്കും അറിയത്തില്ല. തെക്കേതാ വടക്കേതാന്ന് ഇപ്പൊ അറിയാം, അന്നറിയത്തില്ല. ദിശ മാറാൻ പോവുക. ഈ ഭൂമിയുടെ ദിശ മാറും. കാരണം ദൈവകോപം ഭൂമിയിലേക്ക് വരുന്നു. സ്തോത്രം. നമ്മൾ ചന്ദ്രനിലോ ചൊവ്വായി ചെന്ന തെക്കും വടക്കും അറിയത്തില്ല. ഇവിടെ ദശ നമുക്ക് താമസിക്കാനാ. ഇത് മാറാൻ പോവുക. ഇനി ഇതെല്ലാം വിളിച്ചു പറയുന്നത്, നിങ്ങളെ തന്നെ സൂക്ഷിച്ചോ, ഈ തലമുറയിൽ എൻ്റെ കർത്താവ് വരും. 4G 5G ആക്കാൻ ഇനി നാമമാത്രമായ വർഷങ്ങൾ മാത്രം.
അല്ലേ? 4G 5G ആക്കിയാൽ ആത്മാവിൻ്റെ ശക്തിയുള്ള ഒറ്റ വ്യക്തി ഈ ലോകത്തിൽ കാണാൻ പാടില്ലെന്നാണ് ദൈവത്തിൻ്റെ നിയമം. ദൈവം തമ്പുരാൻ സൊദോം ഗൊമോറയെ ഏറ്റവും വെറുത്ത പാപമാണ്. ആ പാപം ചെയ്ത പട്ടണത്തെ ദൈവം സൾഫർ സ്പ്രേ ചെയ്ത് കത്തിച്ചെങ്കിൽ അതേ ദൈവമായി ഇന്നത്തെ ദൈവവും, ഇല്ലേ? ഇന്ന് ആ നിയമം, ആ മഹാപാപം നിയമമാക്കിയ രാജ്യങ്ങൾ വരെ ആയി കഴിഞ്ഞെങ്കിൽ ഹല്ലേലൂയ, ദൈവം ഈ ഭൂമിയെ കണ്ടുകൊണ്ട് നിൽക്കത്തില്ല. ഏത് രൂഢമൂലമായ ഹൈന്ദവ മതത്തിലെ ഏറ്റവും ശക്തമായ വിശ്വാസത്തെ ഒറ്റ കോർട്ട് ഓർഡർ കൊണ്ട് കാറ്റിൽ പറത്താമെങ്കിൽ എതിർ ക്രിസ്തു അധികാരം പിടിച്ചെടുക്കുമ്പോൾ ഒറ്റ ഓർഡറിൽ ദൈവത്തെ ആരാധിക്കുന്ന മാറ്റാൻ പോവുകയാണ്. അന്ന് അവനെ ആരാധിക്കേണ്ടി വരും. ഇതിൻ്റെ മുമ്പിൽ ഒരു കാര്യം പറയട്ടെ, മനസ്സാക്ഷിയാകുന്ന കഥകൊന്ന് തുറക്കാമെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം അനുഗ്രഹം തരും. ഒരു പുതിയ സൃഷ്ടിയാകണം. ഉയരത്തിലെ ശക്തി, അതാ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നമ്മൾ പറയുന്നു. അതിന് കർത്താവ് ഉപയോഗിച്ച പദം ഉയരത്തിലെ ശക്തി. ഉയരത്തിലെ ശക്തിയുള്ള പുള്ളികളെ ഇവിടെ താമസിപ്പിക്കാനല്ല, ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രോസ് ഈ തലമുറയിൽ നടക്കും. ഭാരതപ്പുഴ കൺവെൻഷൻ എത്ര വർഷം നടക്കുന്നു പറയാനൊക്കത്തില്ല. ഒന്ന് ഞാൻ പറയാം, ഈ ലോകം തകർന്ന് തരിപ്പണമാകും. മനുഷ്യൻ്റെ പാപം വർദ്ധിച്ചപ്പോൾ ലോകത്തിൽ കഴിഞ്ഞ വർഷം പല രാജ്യങ്ങളെയും പ്രളയം കൊണ്ടാ തമ്പുരാൻ സന്ദർശിച്ചതെങ്കിൽ അടുത്തത് മനുഷ്യൻ്റെ പാപം വർദ്ധിച്ചാൽ ആകാശത്തുനിന്ന് തീയിറങ്ങും. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, ഹല്ലേലൂയ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം. സമാധാനത്തോടെ പോകാം. ഈ പ്രഥമ രാത്രിയിൽ ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്കും ബേബിച്ചായനും എൻ്റെ നന്ദി. എൻ്റെ പുസ്തകം വിൽപ്പനയ്ക്കായിട്ട് ഞാൻ കൊണ്ടുവന്നതല്ല, ഇത് ആഴമായ വിഷയങ്ങൾ ഞാൻ എഴുതിയിരിക്കുന്നതാണ്. താല്പര്യമുള്ളവർ മാത്രമേ റൈറ്റ് സൈഡിൽ വന്നാൽ സഹോദരനെ കിട്ടും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കേട്ട വചനത്തിൻ്റെ മുൻപിൽ ഇങ്ങനെയാണല്ലോ കർത്തൃദാസൻ അവസാനിപ്പിച്ചത്. ലോകത്തിന് എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? എന്തും സംഭവിക്കാം. എന്നാൽ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുക്കും. ഇന്നുവരെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ ദുരന്തത്തിൽ നിന്ന്, ഈ പ്രയാസത്തിൽ നിന്ന് നിത്യത്തിലേക്ക് പോകാൻ എനിക്കും അവസരമുണ്ട് എന്നുള്ള ചിന്തയിൽ ഈ അനുഗ്രഹീതമായ പ്രഭാഷണത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. ഒരുമിച്ച് അല്പസമയം പ്രാർത്ഥിക്കാം. നാളെയും ഈ നോട്ടീസിൽ പറഞ്ഞ പ്രകാരം ശുശ്രൂഷകൾ നടക്കും. എല്ലാവരും നേരത്തെ വരികയും വരാനുള്ളവരെ, പ്രിയപ്പെട്ടവരെ കൂടെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ചാക്കോ ദേവസ്യ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. അനുഗ്രഹീതനായ ദൈവദാസനെ ഓർത്തും പ്രാർത്ഥിക്കുക. നമുക്ക് വീണ്ടും ദിവസത്തിൽ പ്രാർത്ഥിക്കാം. 21ാമത് ഭാരതപ്പുഴ കൺവെൻഷനിൽ പ്രഥമ രാത്രിക്കാട്ട ദൈവദിനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല രാത്രിക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങൾ കേൾപ്പിച്ച വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും നന്മയ്ക്കും കാരണമാക്കി തീർക്കണമേ കർത്താവേ. ഒരു വ്യക്തി ഞങ്ങൾ കർത്താവിന് ഹൃദയം കൊടുക്കുന്നവരായി തീരുവാൻ ദൈവമായ കർത്താവ് ഇടിയാക്കണമേ. കൂട്ടുകിടന്ന് മനസ്സിലായ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രി വചനം കേട്ട പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കാര്യം പ്രവർത്തിക്കണം, അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണമേ. യേശു കർത്താവിൻ്റെ നാമത്തിലടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുക, നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മളെ വെടിവെച്ചിരിക്കുക, നമുക്ക് സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും കാവലും വിശ്വവചനം കേട്ട പ്രിയപ്പെട്ട വിദേശനിവാസികളോടും കർത്താവന്മാരുടെ കുടുംബത്തോടും തുടർന്ന് എല്ലാ മീറ്റിങ്ങിനോടും കർത്താവിൻ്റെ മടവരുണ്ടായിരിക്കുമാറാകട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരയണമേ. ഒരു ചാവി ഇവിടെ കിട്ടിയിട്ടുണ്ട്. നഷ്ടപ്പെട്ടുവെന്ന് ബോധ്യമുള്ളവർ ഇവിടേക്ക് വരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. യോഗാനന്തരം ഈ സ്ഥലത്ത് നിന്ന് കൊണ്ടാഴി, ഒന്നാംകല്ല്, ചേലക്കര, തൂണൂർക്കര വരെ മുതലമ്പറമ്പിൽ എന്ന ബസ്, പാറമേൽപ്പടി, വീട്ടിക്കുന്ന്, പ്ലാന്റേഷൻ അവിടെയോട്ട് വട്ടപ്പറമ്പിൽ എന്ന ബസ്, ഒറ്റപ്പാലത്തിന് ശാന്തി എന്ന ബസ്, തിരുവല്ലാമല വരെ ഗോവാ